Assalamualaikum warahmatullahi. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wal aqibatu lil muttaqin fala udwana illa 'alal zalimin. Wa sallallahu wa sallama ala khairi khalqihi wa rusulihi Muhammadin wa alihi wa sahbihi ajma'in wa man tabi'ahum bi ihsanin ila yaumiddin. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരണീയരായ ബഹുവന്യ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇനിയും ഒരുപാട് സുദീർഘമായി സംസാരിക്കാൻ പല തടസ്സങ്ങളുമുണ്ട്. സാധാരണ ഞായറാഴ്ചകളിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെയാണ് പുറത്തിറങ്ങേണ്ടി വരുന്നത്. നേരത്തെ അഷ്കർ സൂചിപ്പിച്ച മരണവും കൂടി ഉള്ളതുകൊണ്ട് നാളെ സുബഹിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെയും രാത്രി 2 മണിക്കാണ് തിരിച്ചെത്തിയത്. അപ്പം അതുകൊണ്ട് വളരെ സുദീർഘമായി ഒരു സംസാരം എന്തായിരുന്നാലും പ്രതീക്ഷിക്കേണ്ടതില്ല. മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിൻ്റെ മുമ്പിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തോട് ഫിർഔൻ ചോദിക്കുന്നുണ്ട്, ഫമൻ റബ്ബുക്കുമായ മൂസ, എന്നാൽ മൂസ ആരാണ് നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ്, രക്ഷിതാവ്? അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ ലളിതവും യുക്തിഭദ്രവുമാണ്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദാ. റബ്ബിനെ വളരെ വ്യക്തമായി ചെറിയ പദങ്ങളിലൂടെ പരിചയപ്പെടുത്തുകയാണ്. അത് ഫിർഔന് മനസ്സിലാകും, കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാകും. കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലായാൽ അത് അബദ്ധമാണ് എന്ന് ഫിർഔൻ അറിയാം. അതുകൊണ്ട് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഫിർഔൻ്റെ അടുത്ത ചോദ്യം, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. മൂസ, നീ പറഞ്ഞ ഇതാണ് ആദർശമെങ്കിൽ, ഇതാണ് സത്യമെങ്കിൽ, ഇങ്ങനെ ഒരു രക്ഷിതാവിനെയാണ് സ്വീകരിക്കേണ്ടത് എങ്കിൽ നമ്മുടെ പൂർവികരായിരിക്കുന്ന തലമുറകളുടെ അവസ്ഥ എന്താണ്? അതിന് മൂസാ നബി അലൈഹി സ്വല്ലത്തു വസ്സലാം പ്രതികരിച്ചത്, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യദില്ലു റബ്ബി വലാ യൻസ. അവരെക്കുറിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ അരികിൽ ഒരു രേഖയിൽ ഒന്നും പിഴയ്ക്കാതെ മറക്കാതെ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അന്ന് ഫിർഔൻ ചോദിച്ച ആ ചോദ്യം മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലമായി പല യാഥാസ്ഥിക വേദികളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇടവണ്ണയിൽ അത് നവയാഥാസ്ഥിക വേദി എന്നാണ് കേട്ടത്. കുറച്ചു കാലമായി ദേശാടന പക്ഷികളെപ്പോലെ ചില പ്രത്യേക സന്ദർഭത്തിൽ പറന്നിറങ്ങുന്ന മാപ്പിളപ്പാട്ടുകാരായിരിക്കുന്ന ചില മുസ്ലിയാക്കന്മാർ തെക്കൻ കേരളത്തിൽ നിന്ന് മലബാറിൽ കടന്നു വന്ന് പാട്ടുപാടി പണം പിരിച്ച് പാട്ടയുമായി രംഗത്ത് വന്നിട്ടുള്ള കുറച്ച് ബാക്കവിമാർ, നമുക്കവരെ പരിചയമുണ്ട്. അവരുടെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് അവരുടെ സംഘാടകരുമായി ബന്ധപ്പെട്ട മനസ്സിലാവും. പക്ഷെ യാഥാസ്ഥിക വിഭാഗം അങ്ങനെ മത്സരിച്ചു പോകുമ്പോൾ നവയാഥാസ്ഥികതയ്ക്കും സ്വാഭാവികമായി അതിനോടുള്ള ബന്ധം പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഷാർജയിൽ നിന്ന് മറ്റൊരു മാപ്പിളപ്പാട്ടുകാരൻ, ഒരു മുസ്ലിയാർ, ഇവിടെ രംഗപ്രവേശനം ചെയ്തത്. ഇപ്പോൾ പഴയ പോലെയല്ല, എല്ലാ പാട്ടുകാർക്കും അത്യാവശ്യം നല്ല ഫീസ് വേണം. സിനിമ പിന്നണി ഗായകർക്ക് മാത്രമല്ല, മാപ്പിളപ്പാട്ടുകാർക്കും
കൊച്ചു കവികൾക്ക് വരെ നല്ല ഫീസാണ് എന്നാണ് കേൾക്കുന്നത്. ഇവിടെ വന്ന് പാട്ടുപാടിയിരിക്കുന്ന മഹാനവറുകൾ 3 വർഷം മുമ്പ് അഴിഞ്ഞിലം സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം തൊട്ടടുത്ത എടക്കരയിൽ സംഘടിപ്പിച്ച പ്രോഗ്രാമിന് ടിക്കറ്റിന് പുറമെ 50,000 രൂപയാണ് എണ്ണി വാങ്ങിയത് എന്നാണ് അറിവ്. അപ്പോൾ പാട്ടിൻ്റെ വിലയും നിലയും മനസ്സിലാവും. കൂടെ ഇത്തിരി ഭൂമിക്കച്ചവടം കൂടിയായാൽ സംഗതി വളരെ എളുപ്പമായി. ഞാൻ വെറുതെ പറയുന്നതല്ല. സഹോദരന്മാരെ, 10 സെൻറ്റ് ഭൂമിക്ക് 3.5 ലക്ഷം രൂപയല്ലേ വരുള്ളൂ, അതങ്ങ് വഖഫ് ചെയ്ത് കൊടുത്തേക്കൂ എന്ന് അത് പറയുമ്പോൾ, ഓരോ ഏക്കർ സ്ഥലവും ഇങ്ങനെ വഖഫ് ചെയ്ത് വരുമ്പോൾ ഒരേക്കറിന് മിനിമം ഒരു 13 ലക്ഷം രൂപ സ്വന്തം പോക്കറ്റിൽ വരാവുന്ന വിദ്യകളും ഇങ്ങനെയുള്ള പാട്ടുകാരുടെ കയ്യിലുണ്ട്. ഒരു 50 ഏക്കർ കച്ചവടമാകുമ്പോഴേക്ക് ഒരു 6-6.5 കോടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് 5-6 ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ചുണ്ടാക്കിയിരിക്കുന്ന പുതിയ ജാമ്യകളും നമ്മൾ കൂടെ ആലോചിക്കേണ്ടതുണ്ട്. സമ്പത്തിൻ്റെ മുകളിൽ, പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്നത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള അഭിനവ മുല്ലമാർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വാഗ്ധോരണികളാണ് ഇവിടെയും നമ്മൾ കേൾക്കേണ്ടി വന്നത്. ഞാൻ കരുതിയത് അതവിടെ അവസാനിക്കുമെന്നാണ്. പക്ഷേ സോഷ്യൽ മീഡിയകൾ വഴി അത് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്കും എത്തിക്കുന്ന തിരക്കിലാണ് അങ്ങനെയുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാചകങ്ങൾ ചേർത്ത് വെച്ചത്. ഈ ശബ്ദവും അതുപോലെ എത്തേണ്ടിടത്തൊക്കെ എത്തുമെന്നറിയാം, എത്തണമെന്ന് കരുതിയാണ് പറഞ്ഞത്. ഞാനീ പറഞ്ഞു വച്ചിരിക്കുന്ന വാചകങ്ങൾ ആർക്കെങ്കിലും പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അന്വേഷിക്കാം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അന്വേഷിക്കാം. ജീവിക്കുന്ന, നിലനിൽക്കുന്ന രേഖകളാണ് ഇപ്പോഴുള്ളത്. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ അതിലെ പല രേഖകളും മരിച്ചു വീടും. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ പറഞ്ഞത്. ആലോചിക്കാവുന്നതാണ്. സൂചിപ്പിച്ചത്, അന്ന് ഫിർഔൻ ചോദിച്ച ചോദ്യം, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, എന്താണ് നമ്മുടെ പൂർവികരായിരിക്കുന്ന ആളുകളുടെ അവസ്ഥ, പൂർവിക തലമുറകളുടെ അവസ്ഥ എന്താണ്? അവരും നരകത്തിലാണോ? പടച്ചറബിനെ ഈ നിലക്ക് മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാത്ത അവർ നരകത്തിലാണോ? അതേ ചോദ്യമാണ് ഇവിടെ കേട്ടത്. KM മൗലവി ജൂതനാണോ? KM മൗലവി കാഫിറാണോ? KM മൗലവി നരകത്തിലാണോ? KM മൗലവി ഹദീസുകൾ അറിയാത്തവനാണോ? KM മൗലവിക്ക് തൗഹീദ് അറിയാത്തവനാണോ? അമാനി മൗലവിയും അതുപോലെ ഉമർ മൗലവിയും നമ്മുടെ പൂർവികരായിരിക്കുന്ന പല പണ്ഡിതന്മാരും ഇങ്ങനെയുള്ള സംഗതികളൊന്നും അറിയാത്തവരായി, ജൂതന്മാരായി, ഇസ്ലാമിനെയും ഇസ്ലാഹിനെയും നശിപ്പിക്കുന്ന ഹദീസ് നിഷേധികളായി മാറിയവരാണോ? തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യദില്ലു വലാ യൻസ. അവരുടെ കാര്യം അവർ കടന്നുപോയ ശേഷം ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. അവർ മരിച്ചു മണ്ണായി പോയ ശേഷം അവരുടെ കാര്യം ഈ ഭൂമിയിൽ ചർച്ച ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം അവർക്കെന്താണോ ഉള്ളത് അത് പടച്ചറബ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് പിടക്കില്ല, അത് മറക്കില്ല. ആ തിരിച്ചറിവുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഒരിക്കലും പ്രശ്നമാവുകയില്ല. നേരത്തെ ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ സുലാഹുദ്ദീൻ മദനി സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. മഹാനായിരിക്കുന്ന ഉമർ മൗലവി തൗഹീദി പ്രബോധന രംഗത്ത് ഇത്രയും ശക്തമായി നിലകൊണ്ടിരിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വം. നമുക്ക് സമാനതകൾ വളരെ കുറച്ചേ കാണുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള മഹാപണ്ഡിതൻ. പക്ഷേ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും എല്ലാവർക്കും ഒരുപോലെ യോജിക്കുവാനും സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ഒന്നടക്കം യോജിക്കുന്ന, അംഗീകരിക്കുന്ന, ഉൾക്കൊള്ളുന്നൊരു വിഷയമാണ് അദ്ദേഹം ഫാത്തിഹയുടെ തീരത്തി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. ഞാൻ ഈ വിഷയത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അതൊന്നുകൂടി വായിക്കുകയാണ്. അദൃശ്യ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും. അദൃശ്യമായ രൂപത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ടും താഴ്മ കാണിക്കൽ ആരാധനയാണ്. അപ്പോൾ ജിന്നിനെയും പിശാചിനെയും ആരാധിക്കുക എന്ന ശിർക്ക് ഇതിൽ വന്നുകൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ആഭിചാരവും മന്ത്രവാദവും ശിർക്കും കുഫറുമായി തീരുന്നത്. 2 കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം ഇതിൽ പറഞ്ഞത്. ഒന്ന്, ജിന്നുകളുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസത്തിൽ എങ്ങനെയാണ് ശിർക്ക് വരിക എന്നാണ്.
മറ്റൊന്ന്, ആഭിചാരം എന്ന് പറയുന്നത് മാരണമാണല്ലോ, സിഹിറാണല്ലോ. അതിലും എങ്ങനെയാണ് ശിർക്ക് വന്നുകൂടുന്നത് എന്നാണ് മഹാനായിരിക്കുന്ന ഉമർ മൗലവി ലളിതമായ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നമ്മെ പഠിപ്പിച്ചത്. മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളീയ സമൂഹത്തോട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഉമർ മൗലവി തന്റെ ഭാഷയിൽ എഴുതി വെച്ചുകൊണ്ട് മൺമറയുമ്പോൾ ആ ഭാഗം ഇവിടെ ബാക്കി നിൽക്കുകയാണ്. അദൃശ്യമായി അഭൗതികമായി നമ്മളെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും പടച്ച റബ്ബിനപ്പുറം മറ്റേതെങ്കിലും ഒരു ശക്തിക്കോ വ്യക്തിക്കോ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം മതി ആ മനുഷ്യന് ശിർക്കിലേക്ക് കടന്നു ചെല്ലാൻ എന്നാണ് സൂചിപ്പിച്ചത്. അതാണ് എഴുതി വെച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ അടിത്തറയും അവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് മാറ്റം വരുത്തേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും കൂടെ നമുക്ക് ആവർത്തിച്ചു പറയാം, ഈ വിശ്വാസം ഇങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് ഉമർ മൗലവി ഹദീസ് നിഷേധിയായിരുന്നുവോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഉമർ മൗലവി ഹദീസ് നിഷേധിയായിരുന്നുവോ? ഉമർ മൗലവി ഖുർആൻ അറിയാത്ത ആളായിരുന്നുവോ? ഉമർ മൗലവി തൗഹീദ് അറിയാത്ത ആളായിരുന്നുവോ? ഉമർ മൗലവിക്ക് ശിർക്ക് അറിയുമായിരുന്നില്ലേ? ഉമർ മൗലവി സിഹിറിന്റെ ഹദീസുകൾ കാണാത്ത വ്യക്തിയായിരുന്നുവോ? തുടങ്ങിയിരിക്കുന്ന ഒരു 100 ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഈ മഹാന്മാരായിരിക്കുന്ന ആളുകൾ പ്രതികരിക്കുക എന്നത് കേൾക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. നമുക്കിവിടെ ഒന്നേ ഉള്ളൂ, ഈ വിഷയം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആദർശമായി മാറിയത് അത് ഉമർ മൗലവി പറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആദർശമായതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നല്ലാതെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഒന്നും ആദർശമായി മാറുന്നില്ല. അദ്ദേഹം പറയാതിരിക്കുന്നത് കൊണ്ട് ഒന്നും ആദർശമാവാതിരിക്കുന്നുമില്ല. നമ്മുടെ പൂർവികരായിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആദർശങ്ങളായിരുന്നുവെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത് എങ്കിൽ നമുക്കറിയാമല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്താണ് മുൻഗാമികളോട്, മഹാരഥന്മാരായ പണ്ഡിതന്മാരോടുള്ള നിലപാടുകൾ എന്ന് വളരെ വ്യക്തമായ കൃത്യമായ ധാരണ മുജാഹിദുകൾക്കുണ്ട്. ഇടക്കാലത്ത് കയറി വന്നിരിക്കുന്ന ചില മുസ്ലിയാക്കന്മാർക്ക് ഒരുപക്ഷെ ആ ചരിത്രം അത്ര ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല. കാരണം അവർ ജീവിക്കുന്നത് അങ്ങനെയുള്ള തലങ്ങളിലാണ്. അതാണ് വിഷയം. നമുക്കറിയാം, MCC എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണല്ലോ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകം. ആ പുസ്തകത്തിലാണ് അദ്ദേഹം സ്ത്രീകൾക്ക് ജുമുഅ നമസ്കാരം നിർബന്ധമാണ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അത് കേട്ടുകൊണ്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിയാര്, നവയാഥാസ്ഥികരോ അല്ലാത്തവരായിരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ തങ്ങളുടെ സ്ത്രീ, തങ്ങളുടെ ഭാര്യ, തങ്ങളുടെ പെൺമക്കൾ, തങ്ങളുടെ മാതാക്കൾ, തങ്ങളുടെ സഹോദരിമാർ അവർ നിർബന്ധമായും ജുമുഅക്ക് പോയിക്കൊള്ളണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ മുജാഹിദുകൾ ആരും സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് MCC നരകത്തിലാണ് എന്ന് ആരെങ്കിലും ഫത്വ കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം നരകത്തിലാണോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലാണല്ലോ മുസ്ലിം സ്ത്രീകളുടെ ഔറത്തിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വായിച്ചു കൽപ്പിക്കുന്നില്ല. കാരണം അത് അത്രയും ആ രൂപത്തിലുള്ള വിഷയമാണ്. ഫിഖ്ഹിന്റെ ചില കിതാബുകളിൽ കടന്നു വന്നിരിക്കുന്ന അബദ്ധങ്ങളെ അല്ലെങ്കിൽ അപകടകരമായിരിക്കുന്ന വാദങ്ങളെ തുറന്നു കാണിക്കുവാനായിരിക്കാം ഒരുപക്ഷെ MCC ആ ഭാഗം എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതാകുന്ന മുസ്ലിം സ്ത്രീകളുടെ ഔറത്ത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മുജാഹിദ് പ്രസ്ഥാനം ശ്രമിച്ചിട്ടുണ്ടോ? അതിന്റെ പേരിൽ MCC നരകത്തിലാണ് എന്ന് ആണോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അന്വേഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ. KM മൗലവിയുടെ പ്രശ്നങ്ങൾ, KM മൗലവിയും അതുപോലെ EK മൗലവിയും ഒക്കെ മൗലിദിന്റെ വിഷയത്തിൽ അവരുടെ നിലപാടെന്തായിരുന്നു? ഇന്നും യാഥാസ്ഥിക വിഭാഗം അങ്ങനെയുള്ള പല രേഖകളും പൊക്കിപ്പിടിച്ചുകൊണ്ട് മൗലിദിന് വേറെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോ, വിശുദ്ധ ഖുർആനിലോ പ്രവാചക ചര്യയിലോ അടിസ്ഥാനപരമായി ഒരു രേഖയും തെളിവായി കിട്ടാതിരിക്കുമ്പോ യാഥാസ്ഥിക വിഭാഗം കയറിപ്പിടിക്കുന്നത് ആരെയാണ്? KM മൗലവിയെയും EK മൗലവിയെയും ഒക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നുബാധയ്ക്ക്, സിഹിർബാധയ്ക്ക്, കണ്ണേറിന്, അതുപോലെയുള്ള ചില മന്ത്രതന്ത്രങ്ങൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട്, അത് രേഖപ്പെടുത്തുവാനും വായിച്ചു കൽപ്പിക്കുവാനും ആളുകളെ പഠിപ്പിക്കുവാനും സാധ്യമല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ പോയി അങ്ങോട്ട് തെളിക്കുന്നത് ആ പഴയ യാഥാസ്ഥികതയുടെ പുതിയ പതിപ്പുകൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ സുഹൃത്തുക്കളെ ചോദിക്കട്ടെ, ഇങ്ങനെ KM മൗലവി എഴുതി വെച്ചതുകൊണ്ട് അല്ലെങ്കിൽ EK മൗലവി എഴുതി വെച്ചതുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ മൗലിദ് ആഘോഷിക്കാറുണ്ടോ? അങ്ങനെ ആഘോഷിക്കാത്തവർ KM മൗലവിയെ നരകത്തിൽ തള്ളിയവരായിരിക്കുമോ എന്ന ഭാഗം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്ര വിഷയങ്ങൾ നമുക്കിടയിൽ കാണാൻ കഴിയും.
ഇപ്പോ അമാനി മൗലവിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞുവല്ലോ, അതിൽ അങ്ങനെയുണ്ട്, അതിൽ ഇങ്ങനെയുണ്ട്, അതിൽ പല വിഷയങ്ങളുമുണ്ട് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം അമാനി മൗലവി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അമാനി മൗലവിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതുപോലെ അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും നടപ്പിൽ വരുത്തുവാനും ഈ മുസ്ലിയാക്കന്മാർ തയ്യാറാകുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ നമസ്കരിക്കുമ്പോ എല്ലാ കാലത്തും മുസ്ലിം സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും ഇതര സംഘടനകളുമായി നടക്കുന്ന ചർച്ചകളിലെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നായിരുന്നു ബിസ്മി ചൊല്ലൽ. അത് പതുക്കെയാണോ ഉറക്കെയാണോ വേണ്ടത് എന്ന ചർച്ച. അമാനി മൗലവി ആ വിഷയത്തിൽ തഫ്സീറിലൂടെ നൽകിയിരിക്കുന്ന ഫത്വ എന്താ? അദ്ദേഹത്തിന്റെ വിവരണ ഗ്രന്ഥത്തിലൂടെ നൽകിയിരിക്കുന്ന ഫത്വ എന്താ? ബിസ്മി പതുക്കെയാണ് ചൊല്ലേണ്ടത് എന്നാണോ, അതല്ല ഉറക്കെയാണ് ചൊല്ലേണ്ടത് എന്നാണോ, അതല്ല രണ്ടും ശരി എന്നാണോ, രണ്ടും തെറ്റി എന്നാണോ? അമാനി മൗലവിയുടെ ആ വിഷയത്തിലുള്ള ഏത് നിലപാടാണ് ഈ ആളുകൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് സ്വീകരിക്കേണ്ടത്? നമ്മൾ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ 100% അംഗീകരിക്കാതെ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന, അതുകൊണ്ട് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന് പുറത്തായിരുന്നുവോ? നിങ്ങൾ പറയുന്ന രൂപത്തിലുള്ള ഹദീസ് നിഷേധിയായിരുന്നുവോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നുവോ? ചോദ്യങ്ങൾക്ക് ആരുത്തരം പറയും? എങ്ങനെ ഉത്തരം പറയും? പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മള് മദ്രസ പാഠപുസ്തകത്തിൽ വരെ പഠിപ്പിക്കുന്നുണ്ട് എന്ന ആയത്തിന്റെ ഭാഗം. എന്തിനാ പഠിപ്പിക്കുന്നത്? സക്കാത്ത്, കൃഷിയുടെ സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറയാൻ. കൃഷിയുടെ സക്കാത്ത് അത് കൊയ്തെടുക്കുമ്പോൾ തന്നെ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അമാനി മൗലവി രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയം മുജാഹിദ് പ്രസ്ഥാനം അവരുടെ മദ്രസകളിൽ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് അനുകൂലമാണോ എതിരാണോ എന്ന് മറിച്ചു നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും അന്വേഷിച്ച് നോക്കാറുണ്ടോ? അങ്ങനെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? അമാനി മൗലവി പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ മദ്രസ പാഠപുസ്തകത്തിൽ വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം തെറ്റാണ് എന്ന് സമർത്ഥിക്കുവാൻ ഇവിടെ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ എത്ര വിഷയങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം വിഷയങ്ങൾ. എന്നിരിക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ട്? ഞാനതാ പറഞ്ഞത്, ജിന്നുബാധ എന്നത് ഒരു പുതിയ വിഷയമാണ്. ആ വിഷയത്തിൽ അടിസ്ഥാനപരമായി ഒരു രേഖയും ഒരു പ്രമാണവും ഉദ്ധരിക്കുവാനോ ഉന്നയിക്കുവാനോ അപ്പുറത്തിരിക്കുന്ന നവയാഥാസ്ഥിക മുസ്ലിയാക്കന്മാർക്ക് കയ്യിലില്ല എന്ന തിരിച്ചറിവ് കുറെ കാലമായി ഒരുപാട് വിഷയങ്ങളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അബ്ദുസ്സലാം സുല്ലമി ഇവിടെ സ്വന്തം കാര്യങ്ങൾ സംസാരിച്ചുവല്ലോ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ 99 മുതൽ 2002 വരെ തിമർത്താടിയിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണ ക്യാമ്പയിനുകളിൽ ഒരിക്കൽ പോലും പരാമർശിക്കുവാൻ പോലും ശ്രമിച്ചിട്ടില്ലാത്ത നാമധേയമാണ് അബ്ദുസ്സലാം സുല്ലമിയുടെ നാമം. ആ പണ്ഡിതനെ എപ്പോൾ മുതലാ ഇവർ ഫലസ്തിക്കാൻ തുടങ്ങിയത്? ഏതു കാര്യത്തിനാ? എന്താ വിഷയം? മുജാഹിദ് പ്രസ്ഥാനം പിളരുന്ന മുമ്പും അതിനുശേഷവും സലാം സുല്ലമിയുടെ വീട്ടിൽ എത്ര തവണ ഇവരുടെ നേതാക്കന്മാർ, ഇവരുടെ പ്രതിനിധികൾ, ഇവരുടെ ആളുകൾ പല രൂപത്തിലും ഭാവത്തിലും കടന്നു വന്നിട്ടുണ്ട്. എന്തിനായിരുന്നു? നിങ്ങൾ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ കുറെ അബദ്ധങ്ങളുണ്ട്, ചില ഹദീസുകളൊക്കെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മതവിരുദ്ധമാണ്, അതൊക്കെ നിങ്ങളൊന്ന് തിരുത്തണം എന്ന് പറയാനായിരുന്നോ? അതൊക്കെ ഒന്ന് തിരുത്തിയിട്ട് നിങ്ങൾ ശരിയായ ലൈനിലേക്ക് വരണമെന്ന് പറയാനായിരുന്നുവോ? അല്ലല്ലോ. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ഹദീസ് അറിയാം, നിങ്ങൾക്ക് ഖുർആൻ അറിയാം, നിങ്ങൾക്ക് ആദർശം അറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം നിങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾ നിൽക്കേണ്ടത് ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങളാണല്ലോ ഔദ്യോഗികമായിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ് ഈ നേതാക്കന്മാർ ഓരോരുത്തരും പലതവണ കയറിയിറങ്ങിയിരിക്കുന്ന വീട് ഈ റവണയിൽ തന്നെയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ ചെന്നിരിക്കുന്ന ഏതെങ്കിലും ആളുകൾ, ഏതെങ്കിലും പ്രതിനിധികൾ സലാം സുല്ലമിയെ തിരുത്താൻ വേണ്ടിയാണോ പോയത്? അതല്ല, അദ്ദേഹത്തെ തങ്ങളുടെ പാർട്ടിയിലേക്ക് വിളിക്കാനായിരുന്നുവോ? അപ്പോ അങ്ങനെ വിളിക്കുമ്പോ, സ്വന്തം പാർട്ടിയിലേക്ക് വിളിക്കുമ്പോ, അങ്ങനെ വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ വലിയ പണത്തിന്റെ പൊതി കൊടുത്തിട്ട് സ്വാധീനിക്കുവാൻ ശ്രമിക്കുമ്പോ, എന്നിട്ടും വരാതിരുന്നാൽ ഇഷ്ടമില്ലാതാവുകയാണ്. ആ ഇഷ്ടമില്ലാ കുട്ടിക്ക് തൊട്ടതെല്ലാം പിന്നെ കുറ്റമായി മാറുകയാണ്. ആ കുറ്റമാണ് ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ. എന്റെ കയ്യിലുള്ളത് അബ്ദുസ്സലാം സുല്ലമി എഴുതിയിരിക്കുന്ന സ്വഹീഹ് ബുഖാരിയുടെ പരിഭാഷയും വ്യാഖ്യാനം എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥമൊക്കെ അദ്ദേഹം എഴുതുന്നെന്താ എന്നാ? മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്കപ്പുറത്ത് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന ചില വിഷയങ്ങളിലെ ചില പരാമർശങ്ങളെ കട്ടും മുറിച്ചും വെട്ടിയും മാറ്റിയും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വയം വ്യാഖ്യാനിച്ചൊപ്പിച്ച്
ഈ കാലഘട്ടത്തിൽ ഹദീസ് നിഷേധവും ആദർശ വ്യതിയാനവും ആരോപിക്കുവാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ ഏത് പടച്ചവനെ ഭയപ്പെടുന്നത്? ഏത് പരലോകത്തെയാ വിശ്വസിക്കുന്നത്? ഏത് ദീനുൽ ഇസ്ലാമിന് വേണ്ടിയാ നിലകൊള്ളുന്നത്? അതവർ ചോദിക്കേണ്ടത്. ഇവർ പറയുന്ന ദീൻ ഏതാണ്? ഇവർ വിശ്വസിക്കുന്ന പടച്ചോൻ ആരാണ്? ഇവർ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന പരലോകത്തിന്റെ അവസ്ഥ എന്താണ്? ഒരൽപ്പം തങ്ങൾ പറയുന്ന വിഷയങ്ങളോട്, ജനങ്ങളോട് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് സ്വന്തമായി ഇത്തിരി ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കള്ളപ്രചരണങ്ങളുമായി ആളുകൾ രംഗത്ത് വരുമോ? അതിന് ചൂട്ടുപിടിക്കാൻ അങ്ങനെ കുറച്ച് ആളുകളും. പക്ഷേ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച പോലെ അലൈസ ഫീകും റജുലുൻ റഷീദ് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തന്റെ ഇടമുള്ള, വിവേകമുള്ള, കാര്യങ്ങൾ തിരിച്ചറിയുവാൻ ബുദ്ധിയും ചിന്തയുമുള്ള ഒരൊറ്റ മനുഷ്യനുമില്ലാത്ത വിധം ഇടയിലില്ലാത്ത ആടുകളെ പോലെ അലഞ്ഞു തിരിയുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു പ്രത്യേകതരം ടീം. ആ ടീമിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് ഈ സൂചിപ്പിച്ചത്. പറയാറുണ്ടല്ലോ, തമ്മിൽ ഭേദം തൊമ്മൻ. തൊമ്മന്റെ പ്രത്യേകത എന്താ? അവൻ പുരപ്പുറത്ത് കയറിയിരിക്കുക. എന്തിന്? പുരക്ക് തീ കൊടുക്കാൻ. അവനാ തൊമ്മൻ. ഈ വീടിന് തീ കൊടുക്കാൻ വേണ്ടി കയറി നിൽക്കുന്ന തൊമ്മനെ അവനാണ് തമ്മിൽ ഭേദം എന്ന് പറഞ്ഞുവെങ്കിൽ ആ തൊമ്മന അവിടെ എത്തിയത്. അതിനേക്കാൾ മികച്ചതൊന്ന് ഇനി ഇറങ്ങാനില്ല. അതിനേക്കാൾ മികച്ചൊന്ന് ഇനി വരാനുമില്ല, കേൾക്കാനുമില്ല, കാണാനുമില്ല. അതുകൊണ്ടാണ് ഈ വ്യക്തിപൂജയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ പേരിങ്ങനെ കേൾക്കുമ്പോ, ഒരു അനൗൺസ്മെന്റ് അങ്ങനെ വരുമ്പോ, അതോടുകൂടി തന്നെ അതിനുവേണ്ടി മാത്രം തടിച്ചു കൂടുന്ന ആളുകളായി മാറുമ്പോ, അങ്ങനെ ഒരാളുടെ ഒരേ ഒരു പ്രസംഗത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവിടുമ്പോ നമുക്കൊരു കാര്യം മനസ്സിലാവും. ആ അവസ്ഥ എന്താ? ഇതിനേക്കാൾ വലിയൊരു മുതൽ ഇനി വരാനില്ല. ആ വന്ന മുതലിന്റെ അവസ്ഥയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇവിടെ ഇങ്ങനെയുള്ള വാദഗതികൾ ഉന്നയിച്ചിരിക്കുന്ന ഈ മഹൽ വ്യക്തിയെ അദ്ദേഹമെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ ഒരാവർത്തി വായിച്ചു നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പോ കോഴിക്കോട് ഒരു പരിപാടി നടത്തിയല്ലോ. എന്താ? ഞങ്ങള് ഹദീസിന്റെ മാത്രം ആൾക്കാരല്ല, ഞങ്ങൾ ഖുർആന്റെ കൂടി ആൾക്കാരാണ് എന്ന് വരുത്താൻ പരിപാടി നമ്മൾ കണ്ടു. അങ്ങനെ വരുത്താൻ ഒരു പരിപാടി നടത്തിയല്ലോ. അതിനോ ഞങ്ങളെ കൂട്ടത്തിൽ എന്തായിരുന്നാലും ഖുർആനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അത്ര കേൾപ്പിച്ച ആളുകളില്ല. അതുകൊണ്ട് ഒരുപാട് കാലം ആദർശ വ്യതിയാനവും മറ്റും ആരോപിച്ച് അരുക്കാക്കിയവരാണെങ്കിലും അവരെയും കൂട്ടിപ്പിടിച്ച് നമുക്ക് ഈ സമ്മേളനം ഗംഭീരമാക്കി കളയാം എന്ന് കരുതിയിരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ ചെറിയ മുണ്ടത്തെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സംഘടനാ പിളർപ്പിന് ശേഷം ഈ കഴിഞ്ഞ 10-14 കൊല്ലത്തിനടക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ എന്താ ഇപ്പൊ വിളിച്ചു കൂട്ടിയത്? നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദരിക്ക് പ്രത്യേകിച്ച് ഒരു സംഘടനയോടും പ്രത്യേക വിരോധമോ പ്രത്യേക വിധേയത്വമോ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്ന വിഷയങ്ങൾ സംസാരിക്കാൻ ലഭിക്കുന്ന വേദികളിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാറുണ്ട് എന്ന മറ്റൊരു വസ്തുത. ഖുർആനും മാനവിക പ്രതിസന്ധിയും എന്ന വിഷയം അദ്ദേഹത്തിന്റെ വിഷയമാണ്. അത് പറയാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായിരിക്കുന്ന ഒരു വ്യക്തി വന്ന് ക്ഷണിക്കുമ്പോ സ്വാഭാവികമായി അദ്ദേഹം സഹകരിക്കും. അതിൽ നമുക്ക് വിഷയമല്ല. പക്ഷേ അദ്ദേഹത്തെ സഹകരിപ്പിച്ചിരിക്കുന്ന ആളുകൾ, അദ്ദേഹം കെട്ടിയിരിക്കുന്ന പാലത്തിലൂടെയാണല്ലോ ഈ ആളുകൾ സഞ്ചരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ ആദ്യം 2 കഷ്ടമാക്കിയത്. അല്ലേ? പ്രബോധന വിജയത്തിന്, പ്രബോധന രംഗത്ത് പൊതു താല്പര്യ മേഖല കണ്ടെത്തണമെന്ന അദ്ദേഹത്തിന്റെ പ്രയോഗത്തെയാണ് ബ്രിഡ്ജ് മേക്കിംഗ്, പാലം കെട്ടൽ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് പദങ്ങളിട്ട് തങ്ങളുടെ നാവുകളിലും പേനകളിലും കസർത്ത് കാണിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കുവാൻ ഏറ്റവും പ്രധാനമായി ശ്രമിച്ചത്. അല്ലേ? എന്നിട്ട് ആ മഹൽ വ്യക്തിയെ തന്നെ വേണം നമുക്ക് ഖുർആനെ കുറിച്ച് സംസാരിക്കാൻ. എന്തിന്? നമ്മൾ പറഞ്ഞത് മുഴുവനും ഹദീസാ. ആ ഹദീസ് തന്നെ എത്രമാത്രം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വേറെ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്കറിയാം ഈ ഹദീസുകൾ എന്ന് പറഞ്ഞ് പിന്നാലെ പോയപ്പോ ഇവർ ഖുർആനെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രമാണങ്ങൾ നിരത്തി നമ്മൾ വ്യക്തമായി കൃത്യമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആൻ വാക്യങ്ങളെ നമ്മൾ കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പശ്ചാത്തലത്തില് സ്വാഭാവികമായി എന്ത് വേണം? ഞങ്ങളും ഖുർആന്റെ ആളുകളാണ് എന്ന് പറയണം. അതാണ് വിഷയം. മാത്രമല്ല പല സംഗതികളും കാണുമ്പോഴോ, ഇപ്പൊ ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് കണ്ടു, ഇവിടെ കണ്ട് കുറച്ച് പോസ്റ്റർ. എന്താ? 20ാമത് പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ്, പ്രോഫ്കോൺ. ഇത് സംഘടിപ്പിക്കുന്ന സംഘടനക്ക് എത്ര വയസ്സ്? 2 വയസ്സ് തികഞ്ഞിട്ടില്ല. മുല കുടിക്കണ കുട്ടിയാ. മനസ്സിലായല്ലോ? ബാപ്പ മുല കുടിക്കുന്ന കുട്ടിയാണ്. മകന് 20 വയസ്സായി. എന്താണ് കൗമ്?
മക്കളെക്കാൾ വലിയ പ്രായത്തിൽ ബാപ്പാരെ കാണുന്ന, അല്ല പിന്നെ പിതാവിനേക്കാൾ വലിയ പ്രായത്തിൽ മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന, അതാണ് അവസ്ഥ. എന്തിനും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്, അതാണ് വിഷയം. ഈ ഇങ്ങനെയുള്ള വാദഗതികൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന ആളുകളുടെ ഒക്കെ അവസ്ഥകൾ കാണാൻ കഴിയും. അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനം ഉണ്ടല്ലോ, ആ അന്താരാഷ്ട്രം ഭയങ്കര തമാശയാണ്. എന്താ അന്താരാഷ്ട്രം? സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആലു ഷെയ്ഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഈ മൊബൈലില് ഇപ്പോഴുമുണ്ട് അതിന്റെ പോസ്റ്റർ. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആലു ഷെയ്ഖ് ഉദ്ഘാടനം ചെയ്യുന്നു. ചില പോസ്റ്ററുകളിൽ, ചില പോസ്റ്റുകളിൽ വളരെ ചെറിയ നല്ല കണ്ണട കൊണ്ട് മാത്രം നോക്കിയാൽ കാണുന്ന രൂപത്തില് വീഡിയോ കോൺഫറൻസ് എല്ലാം ഇത് വെച്ചിട്ടുണ്ട്. എന്നാൽ പല പോസ്റ്ററുകളിലും അതുപോലുമില്ല. എന്നിട്ടോ ഇവിടെ ഉണ്ടായതെന്താ? ഏത് പ്രോഗ്രാമിൽ പ്രസംഗിച്ചാന്നറിയില്ല, നേരിട്ട് പോയി ഇന്റർവ്യൂ നടത്തിയതാണോ എന്നും അറിയില്ല. എന്തായിരുന്നാലും ലൈവ് അല്ല എന്ന് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു CD പ്രദർശനം നടത്തി ആളുകളെ വഞ്ചിക്കുന്ന, ഇതാണ് അന്താരാഷ്ട്ര കോൺഫറൻസ്. ഇങ്ങനെയാണ് അന്താരാഷ്ട്രം. ആർക്കും സംഘടിപ്പിക്കാലോ. ലോകത്ത് എവിടെയെല്ലാം ഏതെല്ലാം പണ്ഡിതന്മാരുണ്ടോ, നേതാക്കന്മാരുണ്ടോ, അവരെല്ലാം എത്ര വേദികളിൽ പ്രസംഗിച്ചിരിക്കും. എല്ലാ പ്രസംഗങ്ങളിലും യാ അയ്യുഹല്ലദീന ആമനൂ ഉണ്ടാവും, അയ്യുഹന്നാസ് ഉണ്ടാവും, അല്ലയോ ജനങ്ങളെ ഉണ്ടാവും. ഇത് സ്വാഭാവികല്ലേ? അത് നമ്മളോടാണ്, നമ്മളെ വേദിയിലാണ്, നമുക്ക് വേണ്ടിയാണ് എന്ന് വിചാരിക്കുമാർ ഈ നേതാക്കന്മാർ എന്തു പറഞ്ഞാലും ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തേണ്ടതില്ല നേരത്തെ തീരുമാനിച്ചതിനാൽ റാൻ മൂളിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സമ്മതിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്ന ആളുകളുടെ തമാശയാണ് സൂചിപ്പിച്ചത്. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയാണ് പലതും. ഒരുപാട് കോൺഫറൻസുകൾ അങ്ങനെ പല CD-കളും പ്രദർശിപ്പിച്ചിട്ട് ഇതിന് CD പ്രദർശനം എന്ന് പറഞ്ഞാൽ പോരെ? അതാർക്കും മനസ്സിലാവൂലേ? നിനക്ക് നേരെ പറയാലോ, സത്യസന്ധമായി പറയാലോ. ഒന്ന്. രണ്ടാമത്തെ വിഷയമാണ് അതല്ല. അവിടെ വന്നോ എനിക്കറിയില്ല, വരുമെന്ന് പറഞ്ഞ സൗദി അറേബ്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന്റെ പ്രത്യേകത എന്താ? ഈ ടീമിനെ അപ്പുറത്തെ KNM പുറത്താക്കിയ ഉടനെ അവർ മഞ്ചേരിയിലെ പ്രോഗ്രാം വെച്ചിരുന്നു. ആ പ്രോഗ്രാം സൗദി അറേബ്യയിൽ നിന്ന് ഇതേപോലെ ഇന്റർനെറ്റ് വഴി ഉദ്ഘാടനം ചെയ്തു കൊടുത്ത മഹാപണ്ഡിതനാ. ആ പണ്ഡിതൻ ഈ സമ്മേളനത്തിനും വരുന്നു എന്ന് നോട്ടീസിൽ കണ്ടു. വന്നോന്ന് എനിക്കറിയില്ല, അന്വേഷിച്ചിട്ടില്ല. അദ്ദേഹവുമായി കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു 2 മണിക്കൂർ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അവിടെ വെച്ചിട്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ ഇവർ ഉന്നയിച്ചിരിക്കുന്ന മ്യൂസിക്കും അതുപോലെ സിഹറും അടക്കമുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ ആ വിഷയത്തിൽ അദ്ദേഹത്തോട് അവസാനം പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട്, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ആ റിപ്പോർട്ട്, റസൂലിന് സിഹിർ ബാധിച്ചിരിക്കുന്നു എന്ന് വാദിക്കുവാനും അത് സമർത്ഥിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മഹാപണ്ഡിതന്മാർ പോലും മനസ്സിരുത്തി ഒരാവർത്തി പോലും വായിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പറയാൻ എനിക്ക് പറ്റും. ഹുസൈൻ സലഫി പറയട്ടെ, അദ്ദേഹം ആ പറഞ്ഞ ഹദീസ് മനസ്സിരുത്തി ഒരാവർത്തി വായിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സാധാരണ പ്രവർത്തകന്റെ മുമ്പിലെങ്കിലും, കേവലം ഒരു സാധാരണ പ്രവർത്തകന്റെ മുമ്പിലെങ്കിലും ആ റിപ്പോർട്ട് ഒന്ന് മര്യാദക്ക് വായിച്ച് അതിന്റെ അർത്ഥമെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഈ ഷാർജ മുസ്ലിയാർ തയ്യാറാകുമോ? എന്തേ കാരണം? ഇത് കേൾക്കുന്നവർക്ക് വേഗം മനസ്സിലാവും. നിങ്ങൾ ഇവരുടെ ഏതെങ്കിലും വേദികളിൽ പ്രവാചക തിരുമേനിക്ക് സിഹിർ ബാധിച്ചിരിക്കുന്നു എന്ന് സംസാരിച്ച വേദികളിൽ ഈ ഹദീസ് പൂർണ്ണമായി വായിച്ച് അതിന്റെ അർത്ഥവും ആശയവും അതുപോലെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടവരുണ്ടോ? ഞാൻ ഈ മഹാപണ്ഡിതനോട് ചോദിച്ചു. അല്ല, എന്റെ വിശ്വാസം ഇതിനു വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ വരെ ഈ പറയുന്ന റിപ്പോർട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഒരാവർത്തി വായിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഏതായാലും ഇവിടെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കല്ലേ, നിങ്ങളുടെ വിഷയം തന്നെ ഹദീസ് പോലെയുള്ള ഹദീസും അനുബന്ധമായ കാര്യങ്ങളൊക്കെയാണല്ലോ. അതുകൊണ്ട് നിങ്ങളെങ്കിലും ഏറ്റവും അടുത്ത സമയത്ത് ഈ ഹദീസുകൾ, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ മൊത്തം ഒന്ന് വായിക്കുക. ശരിക്കൊന്ന് വായിച്ചിട്ട് അതിനുശേഷം നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കണം. ഞാൻ ഫോൺ നമ്പർ കൊടുത്തു പോന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അതെന്താ പറയണ്ടേ എന്നോട്? അതൊക്കെ ഞാൻ നേരത്തെ വായിച്ചതാണ്. ആ റിപ്പോർട്ടുകളൊക്കെ ശരിയാണ്, അത് യാതൊരു തകരാറുമില്ല, അതിന്റെ മത്തനിലോ സനദിലോ ഒന്നും ഒരു കുഴപ്പമില്ല. മാത്രമല്ല, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് വിശ്വസിക്കണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ
നമ്മൾ പ്രവാചകരുടെ ചര്യ അഥവാ ഹദീസിനെ നിഷേധിക്കുന്നവരായി മാറും. തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറയണ്ടേ? പക്ഷെ പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ അടുത്ത മാസം PhDക്ക് തിസീസ് കൊടുക്കാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വായിച്ചു നോക്കാം. ഇതാരാ? ഈ ടീമിന്റെ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അതും യൂണിവേഴ്സിറ്റികളിൽ ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതൻ. ഞാനിപ്പോ അടുത്ത മാസം തിസീസ് കൊടുത്തിട്ട് വായിച്ചു നോക്കാം. ആ പണ്ഡിതന്മാരെ വായിച്ചു നോക്കിയിട്ടില്ല, ഇപ്പോഴും വായിച്ചു നോക്കിയിട്ടില്ല. അങ്ങനെ സ്വന്തമായി കാണാത്ത, സ്വന്തമായി ശ്രദ്ധിക്കാത്ത, സ്വന്തമായി വായിച്ചു നോക്കാത്ത, കേവലം ബുഖാരിയിലുള്ളതാണ്, മുസ്ലിമിലുള്ളതാണ് എന്ന് ആര് പറഞ്ഞാലും ഉണ്ടല്ലോ അല്ലേ, എന്നാ ശരി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന നിലക്ക് അങ്ങനെ സ്വീകരിക്കുന്ന അവസ്ഥയിലാ ആ ഖൗമ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാ ഞാൻ ഹുസൈൻ സൽഫിയോട് ചോദിക്കുന്നത്, നിങ്ങൾ ആ ഹദീസ് വായിച്ചിട്ടുണ്ടോ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അത് ഒരല്പമെങ്കിലും അറബി ഭാഷയിൽ ഇത്തിരി പരിജ്ഞാനമുള്ള ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു സാധാരണ പ്രവർത്തകന്റെ മുമ്പിൽ ആ റിപ്പോർട്ടുകൾ ഒരാവർത്തി വായിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവോ? നേരത്തെ അബ്ദുൽ ഹസീബ് മദനി അതിന്റെ വിശദാംശങ്ങൾ സംസാരിച്ചുകൊണ്ടാ ഞാൻ ഇതിലേക്ക് വല്ലാ കടന്നു പോകത്തത്. ആലോചിക്കുക, വിഷയത്രേ ഉള്ളൂ. ഒരാൾ യഥാർത്ഥ ഹദീസ് സ്വീകരിക്കുന്ന ആളായി മാറണമെങ്കിൽ, മുഹമ്മദ് നബിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായി മാറണമെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന് എങ്ങനെയെങ്കിലും ഒരു സിഹിർ ബാധിപ്പിച്ചു വിടണം, എന്നാലേ സമാധാനം കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അള്ളാന്റെ റസൂലിന് എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം, അത് ഒരു 40 ദിവസമോ ഒരു 5-6 മാസോ തലക്ക് വെളിവില്ലാതെ അന്തമില്ലാതെ ചെയ്യാത്ത കാര്യം ചെയ്ത പോലെ തോന്നുന്ന, ഭാര്യമാരെങ്കിലും പോയാലും പോയിട്ടില്ല എന്ന് തോന്നുന്ന, പറയുന്ന കാര്യങ്ങൾക്ക് വ്യവസ്ഥയില്ലാത്ത, വെള്ളിയാഴ്ചയില്ലാത്ത ഒരവസ്ഥ അള്ളാഹുവിന്റെ റസൂലിനും ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചെങ്കിലേ, സമർത്ഥിച്ചെങ്കിലേ, അങ്ങനെ സംഭവിച്ചെങ്കിലേ നമ്മുടെ ഈ മഹാ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറച്ച് സാധുക്കള്. അതിന്റെ പേരില, ആ വിഷയത്തില അബ്ദുസ്സലാം സുലമി അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ പ്രവർത്തകരും നമ്മുടെ പ്രസ്ഥാനവും ഹദീസ് നിഷേധ പ്രസ്ഥാനമായി മാറിയത്. ഇത് അത്ര ചെറിയ സംഗതിയല്ല. വേറൊരു വിദ്വാൻ, പേരിന് മാത്രം മുജാഹിദാർ വിദ്വാൻ നമ്മളെ കൂടുതൽ, എനിക്ക് തുറന്നു പറയാൻ പറ്റും. എന്തുകൊണ്ടറിയോ? ഏത് മക്കളും ജനിച്ച ഉടനെ പേരെണ്ണാനാ സ്വന്തമല്ലല്ലോ, വാപ്പാരെണ്ണല്ലേ അല്ലെ ഇമ്മാരെണ്ണല്ലേ. മുടിയാഴ്ചയില്ലെന്നേ പേര് മുജാഹിദെന്നോ മുസ്ലിമെന്നോ ഇട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശവും അടിസ്ഥാന പ്രമാണങ്ങളും തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കണം. അപ്പോഴേ ആ പേരിന് അർഹനാവുള്ളൂ. കളവുകൾ പച്ചക്ക് പറയാൻ യാതൊരു മടിയില്ലാത്തൊരു ടീം. ഒരു 2-3 വർഷം മുമ്പ് ഇവിടെ ഫറോക്കിനടുത്ത് കോടമ്പുഴയിൽ മുസ്ലിയാക്കന്മാരുമായി സംവാദം കഴിഞ്ഞല്ലോ. ആ സംവാദം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഈ പേരിന് മുജാഹിദായിരിക്കുന്ന മനുഷ്യൻ എന്താ ചെയ്തോ, എന്റെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ അവിടെ വന്ന് പ്രസംഗിച്ചു. പ്രസംഗിക്കുമ്പോൾ എന്താ ചെയ്തത്? ആ സംവാദത്തിലെ മുസ്ലിയാക്കന്മാരുടെ ഒരു ചോദ്യം അദ്ദേഹം കേൾപ്പിച്ചു. എന്നിട്ട് ഈ പക്ഷത്ത് സംസാരിക്കുന്ന എന്റെ സംസാരത്തിന്റെ അഥവാ ഉത്തരത്തിന്റെ ഒരു ചെറിയ കഷ്ണം അത് മാത്രം കേൾപ്പിച്ചു. എന്നിട്ട് ബാക്കി മൂപ്പര വക വയലാണ്. എന്താ വയല്? മുസ്ലിയാരുടെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം മുട്ടി. അതിന് ഇങ്ങനെ ഉത്തരം പറയണ്ടേ, ഇന്ന ആയത്ത് ഓതിക്കൂടായിരുന്നോ, ഇന്ന തെളിവ് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് മൂപ്പര വക 3-4 ആയത്തും. ഇതിങ്ങനെ കേട്ടു നിൽക്കുമ്പോ തന്നെ അവിടെ ഉള്ള സദസ്സിലുള്ള ആളുകൾക്കറിയാം ഇതിന്റെ വസ്തുത. അവര് ചിലർ കൊണ്ടുപോയി എഴുത്തു കൊടുത്തു. പ്രതികരണം ഉണ്ടായില്ല. പിറ്റേ ദിവസം സോഷ്യൽ മീഡിയ വഴി നമ്മൾ അതിന്റെ പൂർണ്ണമായ രൂപം പുറത്തുവിട്ടു. പുറത്തേക്ക് വിട്ടു. ആ ചോദ്യം അതിന്റെ ഉത്തരവും അത് കിട്ടിയതോടുകൂടി ആളുകൾക്ക് കാര്യം മനസ്സിലായി. ഇയാൾ പച്ചക്കളവാണ് പറഞ്ഞത്, ശുദ്ധ കളവാണ് പറഞ്ഞത് എന്നുള്ളത്. മാത്രമല്ല അയാൾ അവിടെ ഇന്ന ആയത്തുകൾ ഓതിക്കൂടായിരുന്നു എന്ന് പറഞ്ഞ ചോദ്യമായിട്ടുണ്ടല്ലോ, ആ ആയത്തുകൾ വരെ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നമ്മൾ സംവാദത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആയത്തുകളാ. അതൊക്കെ മറച്ചു വെച്ചിട്ടാ. പക്ഷേ ഇത് വിഷയം കഴിഞ്ഞില്ല. ഇതിങ്ങനെ സോഷ്യൽ മീഡിയ വന്നപ്പോ അതറിഞ്ഞിരിക്കുന്ന ആളുകൾ, ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്ത ദിവസം വയനാട് ജില്ലയിലെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം, ആ പ്രഭാഷണ വേദി കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അദ്ദേഹത്തോട് അവിടെയുള്ള അദ്ദേഹത്തിന് തന്നെ നേരത്തെയുള്ള ചില സുഹൃത്തുക്കൾ ചെന്ന് ചോദിച്ചു, നിങ്ങള് ഇന്നലെ കൊണ്ടോട്ടിൽ സംസാരിച്ചത് കളവല്ലേ? അദ്ദേഹം പറഞ്ഞ മറുപടി എന്തറിയോ? അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ ഉടനെ തന്നെ കരുമ്പുലാക്കലിനെ വിളിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തകർ നേരെ എന്നെ വിളിച്ചു. അപ്പൊ എന്റെ അറിവിൽ ഞാൻ ഈ ടെലിഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ കാലം വരെ ഈ വ്യക്തി എന്നെ ഒരിക്കൽ പോലും ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല. ഈ ഒരു വിഷയത്തിലൊന്നല്ല, അതിനു മുമ്പും കഴിഞ്ഞ 10-12 വർഷമായി ടെലിഫോണിൽ
ഒരിക്കൽ പോലും ഞാനുമായി ബന്ധപ്പെടാത്ത വ്യക്തിയാ പറയുന്നത്. ഞാൻ കരിമ്പുലാക്കലിനെ ഫോണിൽ വെച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? ഇയാളപ്പേക്ക് പോയി. അവര് അടുത്ത ദിവസം വിളിച്ചു, ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. കരിമ്പുലാക്കലിനെ നിങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞ കളവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പ്രതികരണം എന്തോ, എനിക്ക് കരിമ്പുലാക്കലിനെ വിളിക്കുന്ന പണിയല്ലേ, മനസ്സിലാലോ, എനിക്കിങ്ങനെ പരക്കെ വിളിക്കുന്ന പണിയല്ലേ. മറ്റെന്താ, മുഖാമുഖം നേരിട്ട് ചോദിച്ചപ്പോ തൽക്കാലം ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയപ്പോ ഒരു കളവ് അവിടെയും പറഞ്ഞു. ഇങ്ങനെ കളവുകളിൽ നിന്ന് കളവുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ മഹാപണ്ഡിതൻ അദ്ദേഹം നടത്തിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ അറിയോ? നമ്മള് ഹദീസുകൾ നിഷേധിക്കുന്നവരാണ്. ഒന്ന്, ഹദീസിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് വഹീനെ നിഷേധിക്കലാകുന്നു. വഹീനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിക്കലാകുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നിഷേധിക്കുക എന്നാകുന്നു. അള്ളാഹുവിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തന്നെ നിഷേധിക്കുക എന്നാകുന്നു. എന്നാ പച്ചക്ക് കാഫിർ എന്ന് വിളിച്ചാ പോരെ? അങ്ങനെയുള്ള ആളുകളാണ് ആര്? മടവൂരികൾ. മടവൂരികൾ എന്ന് പറഞ്ഞാൽ ഹദീസുകളെ നിഷേധിക്കുന്ന, അതുവഴി വഹീനെ നിഷേധിക്കുന്ന, അതുവഴി പ്രവാചകനെ നിഷേധിക്കുന്ന, അതുവഴി അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അതുവഴി ഇസ്ലാമിനെ നിഷേധിക്കുന്ന. എന്നിട്ട് പറയാ ഈ ആളുകൾ എന്തായിരുന്നാലും നരകത്തിൽ തന്നെയായിരിക്കും അവരുടെ വാസസ്ഥലം. മാത്രമല്ല ഇവരുമായി യാതൊരു ബന്ധവും പാടില്ല. ഇവരുമായി യാതൊരു ബന്ധവും പാടില്ല. ഇത് സംസാരിച്ച വ്യക്തി അടക്കമുള്ള കമ്മിറ്റിയാ ചെറിയ മണ്ട അബ്ദുൽ ഹമീദ് മദനിയെ കൊണ്ടുപോയി ഖുർആൻ സംസാരിപ്പിക്കുന്നത്. യാതൊരു ബന്ധവും പാടില്ല, യാതൊരു ബന്ധവും പാടില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറച്ച് ഹദീസ് നിഷേധികൾ ഉണ്ടായെങ്കിലേ ഇവർക്ക് സമാധാനം കിട്ടുള്ളൂ. ഇതിലെവിടെയാ സുഹൃത്തുക്കളെ സതുദ്ദേശമുള്ളത്? ഒരു സൽ മനോഭാവം ഇതിലെവിടെയാ ഉള്ളത്? ഒരു മനുഷ്യന് ഒരു അബദ്ധം പറ്റിയെന്നിരിക്കട്ടെ, എങ്കിൽ ആ അബദ്ധം തിരുത്താൻ ശ്രമിക്കുന്നത് മനസ്സിലാവും. ഇതല്ലല്ലോ ഞാൻ പറഞ്ഞത്. അബ്ദുസ്സലാം സുല്ലമിയുടെ വീട്ടിൽ അദ്ദേഹത്തെ തങ്ങളുടെ പാർട്ടികളിലേക്ക് ക്ഷണിക്കാമെന്ന ഒരാളും മൗലവി നിങ്ങളുടെ ഇന്ന അഭിപ്രായങ്ങൾ ശരിയല്ല കേട്ടോ എന്ന് പറയാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പുറത്തിറങ്ങിയിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. എന്താ കാരണം? കൂടതിൽ കാത്തതുകൊണ്ട്. തങ്ങളുടെ കൂടെ ഇപ്പോഴും അബ്ദുസ്സലാം സുല്ലമി ഇപ്പോഴും ആ പറയപ്പെട്ട ആരുടെയെങ്കിലും കൂടെ നിൽക്കാൻ തയ്യാറായാൽ അതോടുകൂടി ഹദീസ് നിഷേധ ആരോപണം അടക്കമുള്ള സകലതും മൻസൂഖ്, പിന്നെ ഒരു അക്ഷരം കളിക്കില്ല. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓരോ വിഷയത്തിലും അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇവരുടെ കൂട്ടത്തിൽ വേറെ ഈ കളവ് പറയൽ മാത്രം ഏറ്റെടുത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അബ്ദുസ്സലാം സുല്ലമിയുടെ പിന്നെ ബുഖാരി വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ 2ാമത്തെ വാള്യമാണത്. ഇതിലെ 202ാമത്തെ പേജിൽ ഒരു ഭാഗം ഞാൻ വായിച്ചു തരാം. 1338 കുറിപ്പുകളാണ്. മനുഷ്യൻ മരണപ്പെട്ടത് മുതൽ പുനർജീവിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഖബർ ജീവിതമെന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ പൊതുവായ നിലക്ക് ഖബറടക്കം ചെയ്യുകയും ബന്ധുക്കൾ പിരിഞ്ഞു പോവുകയും മയ്യത്തിന് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ചെരുപ്പിന്റെ കരച്ചിൽ അയാൾക്ക് കേൾക്കുവാൻ സാധിക്കുന്ന ദൂരം വരെ അകലുകയും ചെയ്യുവാൻ എത്ര സമയം വരുമോ? ഈ സമയത്തിന് ശേഷം സർവ്വ മനുഷ്യർക്കും അവന്റെ ആത്മാവിന് ബർസഖിയായ ലോകത്ത് അനുഭവപ്പെടുന്ന സ്വപ്നരൂപത്തിലുള്ള ഒരുതരം അനുഭൂതിയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അവനെ പിടിച്ചിരുത്തുന്നതായും ചോദ്യം ഉന്നയിക്കുന്നതായും ഒരു ഇരുമ്പ് ദണ്ടുകൊണ്ട് അവനെ അടിക്കുന്നതുമായുമെല്ലാം അവന്റെ ആത്മാവിന് അനുഭവപ്പെടും. പരിശുദ്ധ ഖുർആന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. മരണപ്പെട്ടവർ കേൾക്കുന്നതിന് ഈ ഹദീസ് രേഖയല്ല. അമുസ്ലിങ്ങൾക്കും ഈ അനുഭൂതി ഉണ്ടാകുമെന്ന് ഹദീസിൽ പറയുന്നു. അപ്പോൾ അമുസ്ലിങ്ങൾ മരണപ്പെട്ടാലും അവരെ വിളിച്ചാൽ കേൾക്കുമെന്ന് പുരോഹിതന്മാർ സമ്മതിക്കേണ്ടി വരും. വിശ്വാസകാര്യങ്ങൾക്ക് ഹദീസ് സ്വഹീഹായാൽ പോലും ഇത്തരം ഹദീസുകൾ അടിസ്ഥാനമാക്കുവാൻ പാടില്ലെന്ന് സർവ്വ ഹദീസ് പണ്ഡിതന്മാരും സമ്മതിക്കുന്നുണ്ട്. ഇതെന്താ വിഷയം അറിയോ? മുസ്ലിയാക്കന്മാര് ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തു. ഹദീസ് ഇതാണ്, ആ ഹെഡിങ് തന്നെ, മയ്യത്ത് ചെരുപ്പിന്റെ കരച്ചിൽ കേൾക്കൽ. ഇതാണ് ഹദീസ്. ആ ഹദീസിനെ അവരെപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്ത് ആ ഹദീസ് വായിച്ച് കേൾപ്പിക്കാം. അനസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു മനുഷ്യനെ അവന്റെ ഖബറിൽ വെച്ച് അതിന്റെ ബന്ധുക്കൾ പിരിഞ്ഞുപോയി അവരുടെ ചെരുപ്പിന്റെ കരച്ചിൽ ഇവന് കേൾക്കാൻ കഴിയുന്ന ദൂരം വരെ അവർ എത്തിക്കഴിഞ്ഞാൽ 2 മലക്കുകൾ വന്ന് അവനെ പിടിച്ചിരുത്തി ചോദിക്കും, ഈ മനുഷ്യൻ അഥവാ മുഹമ്മദിനെ സംബന്ധിച്ച് നീ എന്താണ് പറഞ്ഞിരുന്നത്? അവൻ പറയും, അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനും ദാസനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ പറയപ്പെടും,
അതാ നരകത്തിലെ നിന്റെ ഇരിപ്പിടം നോക്കൂ, അതിന്റെ പകരമായി അള്ളാഹു സ്വർഗത്തിൽ നിനക്കൊരു ഇരിപ്പിടം തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ ആ രണ്ട് ഇരിപ്പിടങ്ങളും അവൻ നോക്കിക്കാണും. സത്യനിഷേധി അല്ലെങ്കിൽ കപടവിശ്വാസി പറയും, എനിക്ക് യാഥാർത്ഥ്യം അറിയില്ല, ജനങ്ങൾ പറയുമ്പോൾ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നു. അവരോട് മലക്കുകൾ പറയും, നീ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കുകയോ വായിച്ച് പഠിക്കുകയോ ചെയ്തില്ല. നിന്നെ ഒരു ഇരുമ്പ് തണ്ടുകൊണ്ട് അവർ അവന്റെ ചെവികൾക്കിടയിൽ അടിക്കും. അപ്പോഴവൻ ഉച്ചത്തിൽ നിലവിളിക്കും. ജിന്നുകളും മനുഷ്യരും ഒഴിച്ച് അവൻ അടുത്തുള്ള എല്ലാ വസ്തുക്കളും അത് കേൾക്കുന്നത്. ഇതാണ് ഹദീസ്. ഈ ഹദീസ് എന്തിനാ? ഈ ഹദീസ് വെച്ച് മുസ്ലിയാക്കന്മാർ ഒരു മനുഷ്യനെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കൾ ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം എത്ര ദൂരം നിന്ന് കേൾക്കാമോ അത്രയും അകലത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഈ മനുഷ്യന് ഖബറിലെ രക്ഷയോ ശിക്ഷയോ എന്താണോ അനുഭവപ്പെടുമെന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസ് മരിച്ചുപോയ മഹാത്മാക്കൾ നമ്മുടെ വിളികൾ കേൾക്കും, അതുകൊണ്ട് അവരോട് വിളിച്ചു തേടാം എന്നതിന് മുസ്ലിയാക്കന്മാരെ തെളിവായി ഉദ്ധരിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തില് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ സലാം അലി എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള വാദഗതികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. മറിച്ച് അങ്ങനെയെങ്കിൽ മരിച്ചുപോയവരിൽ കാഫിറുകളും മുനാഫിക്കുകളും ഒക്കെ ഉണ്ടല്ലോ, അവർക്കും ഈ അവസ്ഥയുണ്ടല്ലോ, അതുകൊണ്ട് അവരെയൊക്കെ വിളിച്ചു തേടാമോ തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഭാഗം. ആ ഭാഗത്ത് നിന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന മുസ്ലിയാരുടെ ഒരു ശിങ്കടി അയാൾ എന്ത് ചെയ്തോ? അയാള് അവരുടെ ഒരു പ്രസിദ്ധീകരണം എന്താണ്? ഇസ്ലാഹ്. ഈ ഇസ്ലാഹിന് അല്ലുണ്ടോ? അല്ലുണ്ട്. അൽ ഇസ്ലാഹ്. ചിലപ്പോൾ അല്ലുണ്ടാവും, ചിലപ്പോൾ അല്ലുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. ആ അൽ ഇസ്ലാഹില് അദ്ദേഹം എഴുതാം, എന്നാൽ ചേകരൂരിസത്തിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുന്ന ചിലർ ഈ വിഷയത്തിൽ എഴുതിയ ചില വരികൾ കൂടി നമുക്ക് വിശകലനം ചെയ്യാം. ഖബറിലെ ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഹദീസിനെ കുറിച്ച് മടവൂരി നേതാവ് എഴുതുന്നത് നോക്കുക. പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. ... വിശ്വാസകാര്യങ്ങൾക്ക് ഹദീസ് സ്വഹീഹായാൽ പോലും ഇത്തരം ഹദീസുകൾ അടിസ്ഥാനമാക്കുവാൻ പാടില്ലെന്ന് സർവ ഹദീസ് പണ്ഡിതന്മാരും സമ്മതിക്കുന്നുണ്ട്. ബുഖാരി പരിഭാഷ അബ്ദുസ്സലാം സുലമി 2ാം വാള്യം 202 പേജ്. ഇങ്ങനെയാണ് ഹദീസ് നിഷേധം സ്ഥാപിച്ചത്. അബ്ദുസ്സലാം സുലമി ഖബറിലെ ശിക്ഷാരക്ഷകളെ നിഷേധിക്കുന്നു എന്ന് കണ്ടെത്താൻ, അങ്ങനെ സമർത്ഥിക്കാൻ ഇവർ ശ്രമിച്ച പണി എന്താ? മുസ്ലിയാക്കന്മാർക്കെതിരെ, അവരുടെ വാദഗതികൾക്കെതിരെ ശക്തമായ മറുപടി പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു വലിയ പരാമർശത്തിലെ ഒരു ചെറിയ ഭാഗം കഷ്ണിച്ചെടുത്ത് അതിന്റെ ഇടക്കുള്ളത് വെട്ടി, തുടക്കത്തിലുള്ളത് വെട്ടി, എല്ലാം വെട്ടിയിട്ട് തനിക്ക് ആവശ്യമുള്ളത് മാത്രം വെട്ടിയെടുത്ത് ഈ സാധനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതിന്റെ പേരാണ് പോലും എന്ത്? അൽ ഇസ്ലാഹ്. ഇഫ്സാദ് എന്നല്ല, എന്തതിന് പറയാ? ഇതാണ് ഇസ്ലാഹ്. ഇങ്ങനെയുള്ള കുറെ കണ്ടത്. അതിന്റെ അടുത്ത ഭാഗമുണ്ട്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്ന ഹദീസിനെ കുറിച്ച് ഇയാൾ വീണ്ടും എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായ കേവലം ഒരു ദർശനമാണിത്. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബുഖാരി പരിഭാഷ 2ാം വാള്യം 214. 214 ഇങ്ങനെ സംഗതിയല്ല, 218 മറിച്ച് നോക്കാം എന്തായാലും ഉള്ളത്. കളവ് പറയുന്നതിന് ഒരു ചെറിയ ഒരു പരിധിയൊക്കെ വേണ്ടേ? ഇത്തിരിയൊക്കെ എല്ലാവരും കളവ് പറയാ എന്നതാണ് അവസ്ഥ. 218 പേജില് അധ്യായം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടൽ, അതാണ് ഹെഡിങ്. ഇതില് 2-3 റിപ്പോർട്ടുകളുണ്ട്. ഒന്ന് 1375 അബൂ അയ്യൂബ് റളിയല്ലാഹുവിന്റെ നിവേദനം. ഒരു ദിവസം സൂര്യൻ അസ്തമിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശബ്ദം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ജൂതന്മാർ അവരുടെ ഖബറുകളിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയാണ്. ജൂതന്മാർ അവരുടെ ഖബറുകളിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയാണ്. അതിന് കുറിപ്പാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ കേവലം ഒരു ദർശനമാണിത്. ഖുർആൻ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. തീർന്നില്ല. ഈ ഹെഡിങ്ങിന് ശേഷം ഇനിയും ഹദീസ് കൊടുക്കുന്നുണ്ട്. അടുത്ത ഹദീസ്, ഖാലിദിന്റെ പുത്രൻ നിവേദനം, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുന്നത് അവൾ കേൾക്കുകയുണ്ടായി. സലാം മൗലവി അത് നിഷേധിച്ചോ? തള്ളിക്കളഞ്ഞോ? ഒരു കുറിപ്പെങ്കിലും എഴുതിയോ? ഒന്നുമില്ല. ഖാലിദിന്റെ പുത്രി നിവേദനം, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുന്നത് അവൾ കേൾക്കുകയുണ്ടായി. ഇത് 1376 നമ്പർ. 1377 അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: അല്ലാഹുവേ, ഖബറിലെയും ഖബറിലെ ശിക്ഷകളിൽ നിന്നും ജീവിതത്തിലെയും
ചുറ്റി സഞ്ചരിക്കുന്ന ദജ്ജാലിന്റെ അഥവാ അസത്യവാദികളുടെ പരീക്ഷണങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഖബർ ശിക്ഷയെ നിഷേധിക്കുകയാണ് ചെയ്തത്, അതെല്ലാം അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇതിന് തന്റെ വക ഒരു വ്യാഖ്യാന കുറിപ്പ് പോലും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഇദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വിഷയത്തിലെ ഒരു ചെറിയ പരാമർശം മാത്രം കഷ്ടിച്ചെടുത്തുകൊണ്ട് സലാം സുല്ലമി ചേകരൂരിന്റെ ഉമ്മറപ്പടിയിലാണ് എന്ന് സമർത്ഥിക്കുവാനാണ് സാധു ശ്രമിച്ചത്. ഇത് നമ്മൾ എന്ത് ചെയ്തു? നന്ദിയിൽ വെച്ച് നടന്നിരിക്കുന്ന സംവാദത്തിൽ ഇയാൾ എന്ത് ചെയ്തു? ഇയാള് വ്യവസ്ഥ എഴുതുമ്പോൾ തുടങ്ങിയിട്ട് സലാം സുല്ലമി തലേ കയറാൻ, വ്യവസ്ഥ എഴുതുന്ന സമയത്ത് തുടങ്ങിയിട്ട് തലേ കയറാൻ. വ്യവസ്ഥ എഴുതി, ഞങ്ങൾക്ക് യാതൊരു അഡ്രസ്സും ഇല്ല, അവർക്ക് യാതൊരു അഡ്രസ്സും സ്വന്തമായിട്ടില്ല എന്ന് അവർ എഴുതി ഒപ്പിട്ട് കൈ തന്നു. അത് ഞങ്ങൾ ആവശ്യം തന്നെയായിരുന്നു. ഞങ്ങൾക്ക് തന്തയും തറവാടില്ല, അഡ്രസ് ഇല്ല, കമ്മിറ്റി ഇല്ല, സംസ്ഥാന കമ്മിറ്റിയോ അങ്ങനത്തെ സംവിധാനങ്ങളോ ഒന്നുമില്ല എന്ന് കൃത്യമായി എഴുതി ഒപ്പിടിച്ചു വാങ്ങി. എന്നുള്ള സംവാദം. ആ സംവാദത്തിലെ ഒന്നാം സംവാദം വിഷയം എന്താ? 2002 മുജാഹിദ് പ്രസ്ഥാനത്തിലെ പിളർപ്പിന് കാരണമായ ആദർശ വ്യതിയാന ആരോപണങ്ങൾ. ആദർശ വ്യതിയാന ആരോപണങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സലാം സുല്ലമി നേരത്തെ പറഞ്ഞു 18 വിഷയങ്ങളാ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. ആ 18 ഒന്ന് പോലും സലാം സുല്ലമിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇങ്ങനത്തെ ഹദീസ് നിഷേധങ്ങളോ അല്ലെങ്കിൽ മറ്റു നിഷേധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അല്ല. എന്നിട്ടും ആ സംവാദത്തിന്റെ ഇടയിലും ആ വിഷയത്തിന്റെ സംവാദത്തിനിടയിലും ആവർത്തിച്ച് സലാം സുല്ലമിക്കെതിരെ ഹദീസ് നിഷേധം വീണ്ടും ആവർത്തിച്ചു വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മൗനം പാലിച്ചു. പിന്നെ രണ്ടാമത്തെ സംവാദം നടക്കുക. ആ സംവാദം നടക്കുമ്പോഴും ഇയാൾ തുടക്കം മുതൽ ഹദീസ് നിഷേധം അടക്കമുള്ള വിഷയങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈ കെട്ടപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഈ 2 സാധനം ഒന്ന് വായിച്ചു കൊടുത്തു. എന്നിട്ട് അവരുടെ മധ്യസ്ഥനോട് പറഞ്ഞു, ഈ കക്ഷിയെ ഇനി ഈ സംവാദത്തെ സംസാരിപ്പിക്കുന്ന മുമ്പ് താങ്കൾ ഈ പുസ്തകവും അഥവാ സലാം സുല്ലമിയുടെ ഈ ഗ്രന്ഥവും ഈ കക്ഷി എഴുതിയിരിക്കുന്ന അൽ ഇസ്ലാമിലെ ഈ ലേഖനവും ഒന്ന് വായിച്ചു കളിപ്പിക്കണം. എന്നിട്ട് ഇയാൾ കള്ളനാണ് എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ ഈ കള്ളനെ പിടിച്ച് പടിക്ക് പുറത്തിറക്കണം. അല്ല, ഇയാൾ പറഞ്ഞത് സത്യമാണ് എന്ന് സമർത്ഥിക്കുവാൻ താങ്കൾക്ക് സാധിക്കുമെങ്കിൽ താങ്കൾ സമർത്ഥിക്കണം. അതിനുശേഷമേ അദ്ദേഹത്തെ സംസാരിപ്പിക്കാവൂ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഇതാണ്ടായത്. ആവശ്യപ്പെട്ടപ്പോഴോ മധ്യസ്ഥന് എളുപ്പമുള്ള പണിയല്ലേ? ഇത് മലയാളത്തിലാണ് എഴുതിയത്, ഇത് വായിക്കാൻ ബുദ്ധിമുട്ടില്ല, അയാൾക്ക് മലയാളം അറിയാലോ. ഇസ്ലാമിൽ വന്നതോ അതും മലയാളത്തിലാണ്, അതും അറിയാലോ. മലയാളത്തിലുള്ള ഈ 2-3 പാരഗ്രാഫ് ഒരാവർത്തി വായിച്ചാൽ അപ്പുറത്തെ വിഭാഗത്തിന്റെ 1 മിനിറ്റും നഷ്ടപ്പെട്ടു പോകുന്നില്ല. കാരണം മധ്യസ്ഥന വായിക്കുന്നത്, മധ്യസ്ഥൻ സംസാരിക്കുന്നതോ വായിക്കുന്നതോ സംവാദത്തിൽ ഒരു വിഭാഗത്തിന്റെയും സമയം നഷ്ടപ്പെടുന്ന വിഷയമല്ല. എന്നിട്ടും മധ്യസ്ഥൻ ഒരക്ഷരം പോലും വായിച്ചു നോക്കുവാനോ ഇതൊന്ന് കയ്യിൽ വാങ്ങുവാനോ പോലും ശ്രമിച്ചില്ല. പകരം ഇയാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ നമ്മൾ പറഞ്ഞു, ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാതെ അയാൾ സംസാരിക്കാൻ പാടില്ല. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവസാനം സംവാദം പിരിച്ചുവിട്ടു. ഇതിനെക്കുറിച്ചും ഇദ്ദേഹം പിന്നെ എഴുതി അവരുടെ പ്രസിദ്ധീകരണത്തിൽ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ കളവ് പറയാനായിട്ട് നടക്കുന്ന ടീം, ആ കളവ് പറയുന്ന വ്യക്തി അതേ സംവാദത്തിൽ വേറെ വിഷയം ഉന്നയിച്ചിരുന്നു. എന്താ വിഷയം എന്നറിയോ? അതും സലാം സുല്ലമിക്കെതിരെ തന്നെയാണ്. അദ്ദേഹം മ്യൂസിക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ ആ ഭാഗം വായിച്ചു തരാം. എഴുതി എന്താണല്ലേ? സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നവർ വ്യക്തമായ തെളിവ് കൊണ്ടുവരണം. അനുവദനീയമാണെന്ന് വാദിക്കുന്നവർക്ക് നാം മുകളിൽ ഉദ്ധരിച്ച അടിസ്ഥാന തത്വത്തിന്റെ തെളിവ് തന്നെ ധാരാളം മതി. എന്നാൽ ഇവ പുണ്യകർമ്മമാണെന്നും മതത്തിലെ ഒരാചാരമാണെന്നും വല്ലവനും വാദിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ പ്രത്യേകമായ തെളിവ് തന്നെ ഹാജരാക്കണം. കേവലം അനുവദനീയമാണെന്ന് പറയുന്നവന് തെളിവ് ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നില്ല. വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ദാവൂദ് നബിക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമായ സബൂർ സംഗീതമായിരുന്നു. നബിയുടെ സ്വഹാബിമാരും മദ്ഹബിന്റെ ഇമാമുകളും പാട്ടുപാടിയതിന് ധാരാളം ഹദീസുകളും ചരിത്ര സംഭവങ്ങളും കാണാം. ഇതിലൊന്ന് സംഗീതമാണ്, മറ്റൊരു സംഗീത ഉപകരണങ്ങളാണ്. ഇപ്പറഞ്ഞൊക്കെ സംഗീതത്തെ കുറിച്ചാണ്, ഉപകരണത്തെ കുറിച്ചല്ല. സംഗീതം എന്ന പാട്ട് പ്രത്യുദ്ദേശം. പിന്നെ പറയാം, യാതൊരു സംഗീതോപകരണവും
ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുമില്ല. സ്വഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട് ബുഖാരി. പെരുന്നാൾ ദിവസങ്ങളിലും കല്യാണത്തിലും ഹാർമോണിയം കൊണ്ട് അവർ പാട്ട് പാടാറുണ്ട്. നിഷിദ്ധം പെരുന്നാൾ ദിവസവും കല്യാണ ദിവസവും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഈ വിഷയത്തിൽ ഒരു പുസ്തകം തന്നെ ഞാൻ എഴുതിയത് വായിക്കുക. ഇബ്നു ഹസം റളിയല്ലാഹു അൻഹു പണ്ഡിതോചിതം ഈ വിഷയം ചർച്ച ചെയ്തു. ഇവയെല്ലാം അനുവദനീയമാണെന്ന് അൽ മുഹല്ലയിൽ കച്ചവടത്തിന്റെ അധ്യായത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. ഇബ്നു ഹസമിന്റെ അഭിപ്രായത്തെ പരിഗണിക്കാതെ ഇജ്മാ വരെ ഉണ്ടാവുകയില്ലെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. അശ്ലീല ഗാനങ്ങളും തിന്മക്ക് പ്രേരിപ്പിക്കുന്നവയും നിഷിദ്ധമാണെന്നതിൽ സംശയമില്ല. അതാണ് ഇതിൽ ആകെ പറഞ്ഞ വിഷയം. ഈ വിഷയത്തിൽ ഇയാൾ എന്ത് ചെയ്തോ? രണ്ട് ചോദ്യങ്ങൾ എപ്പോഴാണ് ചോദിക്കുന്നത്? 2002 ആദർശ വ്യതിയാനം ചർച്ച ചെയ്യുന്നിടത്ത്. ഇത് എഴുതിയതപ്പോഴാ? ഇത് 2011 നവംബറിൽ. 2002 മുമ്പുള്ള ആദർശ വ്യതിയാന ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്ന സംഭവത്തിലാണ് 2011 വിഷയം കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ വ്യവസ്ഥ എഴുതി നടത്തിക്കൊണ്ടിരിക്കുന്ന സംവാദം 2002 ആദർശ വ്യതിയാന ആരോപണങ്ങളാണ്. ആ വിഷയത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ശേഷമുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ച നടക്കുന്ന സംവാദത്തിൽ വരാം. അവിടെ ഇതും വരാം. ഇത് നിങ്ങൾക്ക് ഉന്നയിക്കാം. തെളിവുകൾ ഞങ്ങൾ കൊണ്ടുവരും. അത് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഇയാൾ മുസ്ലിയാക്കന്മാരുടെ അതേ ശൈലിയിൽ ആയത്തെവിടെ, ഹദീസ് എവിടെ ഇടക്കിടക്ക് ചോദിക്കും. എന്തിന്? അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ സാധിക്കാത്തതുകൊണ്ട്. ഇതവൻ തിരിച്ചറിഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ സംവാദത്തിൽ നമ്മൾ അതിനുപോൽപരകമായിരിക്കുന്ന ചില തെളിവുകൾ മുന്നോട്ട് വെച്ചു. അപ്പോഴേക്കും സംവാദം ഏതാണ്ട് അലസിയല്ലോ. സൂറത്തു ശുഅറയിലെ അവസാനത്തെ ആയത്ത് വായിക്കുന്ന ആളുകൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഖുർആന്റെ പരാമർശം എന്താണെന്ന് മനസ്സിലാവും. എന്നാൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന എന്താ? ഞാനത് ഇവിടെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താണ്. ബുഖാരിയിൽ വന്ന എന്താന്നുള്ളത് എന്റെ കയ്യിലുള്ളത് ബുഖാരി മുസ്ലിം സമ്പൂർണ്ണ പരിഭാഷവും വ്യാഖ്യാനവും ഭാഗം 1 എഴുതിയത് CP സലാഹുദ്ദീൻ സ്വലാഹി. ഈ പറഞ്ഞ ടീമിന്റെ കുവൈത്തിലെ വലിയ ഏജന്റാണ്. വലിയ പണ്ഡിതനാണ്, വലിയ എഴുത്തുകാരനാണ്, ചിന്തകനാണ്. ചിന്തകൻ വരാൻ പാടില്ലല്ലേ, കാരണം ചിന്ത പാടില്ലല്ലോ. അപ്പൊ ഞാൻ പിൻവലിച്ചു. മഹാപണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, പ്രാസംഗികനാണ്, അങ്ങനെ പലതുമാണ്. ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയതാരോ? ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി. ഇതില് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഹദീസ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. وكان يوم عيد يلعب فيه السودان بالدرك والحراب فإما سألت النبي صلى الله عليه وسلم وإما قال تشتهين تنظرين فقلت نعم പെരുന്നാൾ ദിവസത്തിലെ ഒരു സംഭവമാണ്. ഫഖാല പിന്നെ പെൺകുട്ടികൾ റസൂലിന്റെ വീട്ടിൽ വെച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, 2 കുട്ടികൾ. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഫഖാല അബൂബക്കർ മസാമീറു ശയാത്തിൻ ഫീ ബൈത്ത് റസൂലില്ലാഹ്. മസാമീറു ശയാത്തിൻ ഫീ ബൈത്ത് റസൂലില്ലാഹ് വദാലിക ഫീ യൗമി ഈദ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബൂബക്കർ ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ വഹാദാ ഈദുനാ. ഇതിന് ഇദ്ദേഹം നൽകിയിരിക്കുന്ന അർത്ഥം മാത്രമേ വായിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എന്റെ അടുക്കൽ അയൽപക്കക്കാരായ 2 അൻസാരി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവർ ബുആസ് യുദ്ധ ദിവസത്തിലെ അൻസാരികളുടെ സംസാരം ഉദ്ദേശിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവർ 2 പേരും പാട്ടുകാരികളായിരുന്നില്ല. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണോ പിശാചിന്റെ ഹാർമോണിയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണോ പിശാചിന്റെ ഹാർമോണിയം? ഞങ്ങൾ അർത്ഥം വേണ്ട ചേട്ടോ. മിസ്മാറിന് ഹാർമോണിയം എന്ന് ഞങ്ങൾ അർത്ഥം വേണ്ടില്ല. അർത്ഥം പറഞ്ഞത് അവിടെ നിന്നാണ്. എന്നിട്ട് അത് ഒരു പെരുന്നാൾ ദിവസമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹേ അബൂബക്കർ, എല്ലാ ജനതക്കും ഓരോ ആഘോഷമുണ്ട്, ഇത് നമ്മുടെ ആഘോഷമാണ്. ബ്രാക്കറ്റിൽ പാടിക്കൊള്ളട്ടെ എന്നും അല്പമൊക്കെ വിനോദമാവാമെന്നും അർത്ഥം. അപ്പോ മിസ്മാറു ഷയാത്തീൻ എന്നതിന് ശൈത്താന്റെ ഹാർമോണിയം എന്ന അർത്ഥം പറഞ്ഞത്. പക്ഷേ ശൈത്താന്റെ ഹാർമോണിയം എന്ന് പറഞ്ഞ ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് റസൂൽ അവിടെ ഇല്ലെങ്കിൽ, അത് അവസാനത്തെ വാക്കായി മാറുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാനുണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ ഉണ്ട്.
അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചു. ഇത് പെരുന്നാളാണ്, അവരെ വിട്ടേക്കുക. അടുത്ത ഹദീസ് അങ്ങനെ തന്നെയാ. അടുത്ത ഹദീസ് എന്താ പറയുക? വഖാല മിസ്മാറു ഷയാത്തിൻ ഇൻദ റസൂലില്ലാ ഫഅഖബൽ അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ദഅഹുമാ ഫലമ്മാ വഫല വമർതുഹ ഫഖറഹ എന്നാണ് അതിന് ബാക്കിയുള്ളത്. അതിന്റെ അതൊരു വായിച്ചാൽ ഇവർ കൊടുത്ത അർത്ഥം ഞാൻ എന്റെ അർത്ഥം ഒന്നും വായിക്കണില്ല. ഇവർ അർത്ഥം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്താണോ പിശാചിന്റെ ഹാർമോണിയം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അവരെ രണ്ടുപേരെയും വിട്ടേക്കുക അഥവാ പാടാൻ അനുവദിക്കുക. അനന്തരം അദ്ദേഹം അതിൽ നിന്ന് അശ്രദ്ധരായപ്പോൾ അവർ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ പെൺകുട്ടികളെ ഒന്ന് തോണ്ടുകയും അപ്പോൾ അവർ പാട്ട് നിർത്തിപ്പോവുകയും ചെയ്തു. അത് ഒരു പെരുന്നാൾ ദിവസമായിരുന്നു. ഇനി ബാക്കി പറയാട്ടോ. അതിന് സുഡാനികളായ ആളുകൾ കുന്തവും പരിചയം കൊണ്ട് അഭ്യാസം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കളി കാണാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം നിനക്ക് കാണണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ പിന്നിലാക്കി. എന്റെ കവിൾ അദ്ദേഹത്തിന്റെ കവിളിന്റെ മീതയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായിരുന്നു, ഹേ അബിസീനിയൻ മക്കളെ, ഉഷാറായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മടുപ്പ് തോന്നിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്ക് മതിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നീ പോയിക്കൊള്ളുക. ഇത് ഹദീസിന്റെ പൂർണ്ണരൂപമാണ്. എന്നാൽ ഇതിന് സലാഹിയുടെ അടിക്കുറിപ്പ് എന്താ അറിയോ? വ്യാഖ്യാനം. പെരുന്നാൾ ദിവസങ്ങളിൽ അള്ളാഹു വിലക്കാത്ത വിനോദങ്ങൾ പരിധി ലംഘിക്കാത്ത വിധം ഏർപ്പെടാമെന്ന് ഈ സംഭവങ്ങൾ പഠിപ്പിക്കുന്നു. ഏതവിടെ വിനോദങ്ങള്? ഹാർമോണിയം ഉപയോഗിച്ചുള്ള പാട്ടുപാടൽ, അതാ വിനോദങ്ങൾ. പിന്നെ കുന്തവും വാളൊക്കെ ഉപയോഗിച്ചുള്ള അഭ്യാസങ്ങള്, അതാണ് വിനോദങ്ങൾ. ഞാൻ ചോദിക്കുന്ന സുഹൃത്തുക്കളെ, പെരുന്നാൾ ദിവസത്തില് കള്ളു കുടിക്കൽ അനുവദിച്ചിട്ടുണ്ടോ? വ്യഭിചരിക്കൽ അനുവദിച്ചിട്ടുണ്ടോ? കളവ് പറയാൻ അനുവദിച്ചിട്ടുണ്ടോ? ഹറാമി എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള ഏതെങ്കിലും സംഗതി അനുവദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവരുടെ ഭാഷയിലുള്ള ഹാർമോണിയം ഉപയോഗിച്ചുള്ള പാട്ടുപാടൽ അനുവദിച്ചു, നിരോധിച്ചിട്ടില്ല എന്നാണ് ഇമാം ബുഖാരിയെ ഉദ്ധരിച്ച് ഈ സ്വലാഹുദ്ദീൻ സലാഹി ഇവർക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത്. പിന്നെ ഒറ്റ പ്രശ്നം എന്താ? അള്ളാഹു വിലക്കാത്ത വിനോദങ്ങൾ പരിധി ലംഘിക്കാത്ത വിധം ഏർപ്പെടാമെന്ന്. അത് പോത്തർച്ചിൽ നിന്നാണെങ്കിലും പരിധി ലംഘിക്കാൻ പാടില്ല. എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിലായില്ലേ? തീറ്റം കൂടി അള്ളാഹു പറഞ്ഞ എന്താ? കുലു വശ്റബു വലാ തുസ്രിഫു. പരിധി ലംഘിക്കണ്ട. ആവശ്യത്തിന് തിന്നാ മതി, ആവശ്യത്തിന് കുടിച്ചാൽ മതി, ഓവറാവണ്ട. പാട്ടും കലയൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ മുജാഹിദ് പ്രവർത്തകന്മാരെല്ലാവരും കൂടി കുറച്ച് ഹാർമോണിയൊക്കെ തലയിൽ വെച്ചിങ്ങനെ നടക്കണമെന്നല്ല, 24 മണിക്കൂർ സംഗീത ഉപകരണങ്ങളുമായി നടക്കണമെന്നല്ല. പക്ഷേ നിരുപാധികം സംഗീതവും സംഗീത ഉപകരണങ്ങളും ഹറാമാണെന്ന് വാദിക്കുവാനും പറയുവാനും ഇവർ ഉന്നയിക്കുന്ന വിദണ്ഡവാദങ്ങളൊന്നും രേഖയാവുകയില്ല എന്ന് അവർ തന്നെ എഴുതി വച്ചിരിക്കുന്ന കൃതികളാണ് കൊടുത്ത്. ഇത് സ്വലാഹുദ്ദീൻ സ്വലാഹിയുടേതാണ്. എന്നാ അടുത്താളോ? അടുത്തത് ആ സംവാദത്തിന് പങ്കെടുത്ത ഫദുൽ ഹക്ക് ഉമരിയുടെ സ്വന്തം പിതാവ്. എന്താ? സ്വഹീൽ ബുഖാരി പരിഭാഷയും വ്യാഖ്യാനവും വിശദീകരണവും ഭാഗം 1 വിവർത്തനം അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ. അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ അദ്ദേഹം മിസ്മാർ കൊടുത്ത അർത്ഥം എന്താ അറിയോ? പിശാജിന്റെ പുല്ലാങ്കുഴൽ. ആ ഉപരോടുത്ത അർത്ഥം. മിസ്മാർ പുല്ലാങ്കുഴൽ, മറ്റേ ആള് ഹാർമോണിയം. ഇതൊന്നും ദഫല്ലട്ടോ, ദഫുമുട്ടല്ല. പുല്ലാങ്കുഴലാണെങ്കിലും ഹാർമോണിയം ആണെങ്കിലും എയർ കൊണ്ട് വർക്ക് ചെയ്യുന്ന മുതലാണ്, വായു കൊണ്ട് വർക്ക് ചെയ്യുന്ന മുതൽ. മനസ്സിലായില്ലേ? വായുവാണെങ്കിൽ പ്രധാന ഘടകം. വായു ഉപയോഗിച്ചിട്ട് ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ഉപകരണങ്ങളൊക്കെയാണ് ഈ പറയുന്ന അർത്ഥം. മനസ്സിലായില്ലേ? അത് ഹറാമാണെന്ന് പറയുന്ന ആളുകൾ ഹറാമല്ല എന്ന് അവരുടെ കിതാബിൽ എഴുതി വെച്ച കാര്യം പറഞ്ഞത്. എന്റെ വകല്ല, ഒക്കെ അവരുടെ വകന്. എന്നിട്ട് മൂപ്പരുടെ വ്യാഖ്യാനം എന്താ? കുറിപ്പ്. പെരുന്നാൾ ദിവസത്തിലായിരുന്നു ഈ സംഗീതാലാപനം. അത് അനുവദനീയമായത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിട്ടേക്കാൻ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞത്. ഞാൻ മുടി ചോദിക്കുന്നു, പെരുന്നാളാണെങ്കിൽ കള്ളുകുടി ഹലാലാവില്ലല്ലോ, വ്യഭിചാരം ഹലാലാവില്ലല്ലോ, കളവ് പറയൽ ഹലാലാവില്ലല്ലോ, കക്കൽ ഹലാലാവില്ലല്ലോ. അതൊന്നും ഹലാലാവാത്ത പെരുന്നാളിന് സംഗീതവും സംഗീത ഉപകരണങ്ങളും എങ്ങനെ ഹലാലായി? നിരുപാധികം അതൊരിക്കലും ഹറാമാണ് എന്ന് പ്രഖ്യാപിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഈ വിഷയത്തിലും സലാം സുല്ലമിന്റെ തല കയറാനാണ് നോക്കിയത്. ഇങ്ങനെ ഒന്നുകിൽ കളവ് പറയുക, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുക, അല്ലെങ്കിൽ മുടന്ത ന്യായങ്ങൾ ഉന്നയിക്കുക, അങ്ങനെ പോകുന്ന ടീമാണ് ഇവർ എന്ന് നമുക്ക് മനസ്സിലാകും. സലാം സുല്ലമി ആണെങ്കിലോ അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ പരിഭാഷയുടെ തുടക്കത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ പരിഭാഷയിൽ ചില ഹദീസുകൾക്ക് വിമർശനം നൽകിയിട്ടുണ്ട്, ന്യൂനതകൾ വിവരിച്ചിട്ടുണ്ട്.
ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. പ്രസ്തുത പൂർവീകരും ആധുനികരുമായ ചില പണ്ഡിതന്മാർക്കുള്ള വീക്ഷണം വിജ്ഞാനത്തിൽ വർധനവ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എടുത്തു കാണിച്ചതാണ്. അപ്പോ ഈ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ അഥവാ ഇനി ആർക്കെങ്കിലും പിടിക്കാതെ പോകുന്ന വല്ലതുണ്ടെങ്കിൽ തന്നെ അത് സ്വന്തം വീക്ഷണമല്ല. പൂർവികരും ആധുനികരുമായിരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ വീക്ഷണങ്ങൾ കൂടുതൽ വിജ്ഞാനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇവിടെ കുറിച്ചതാണ് എന്നാണ് സലാം സുലമി അതിന് തുടക്കത്തിന് കൊടുത്തത്. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാ കഷ്ടം മുറിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താണ്. ഇത് അൽഫനാർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. ഇതിലുള്ള ഒരു വാചകത്തിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കളവ് പറയുന്ന വിദ്വാൻ ഉണ്ടല്ലോ, അയാള് വാട്സപ്പിൽ മെസ്സേജ് വിട്ടിട്ടുണ്ട്. എന്താ ദജ്ജാലിനെ, മസീഹു ദജ്ജാലിനെ സലാം സുലമി നിഷേധിക്കുന്നു. എന്നിട്ട് മൂപ്പര് കരച്ചിൽ. എന്താ കരച്ചില്? സഹോദരങ്ങളെ, നമ്മൾ ഇപ്പൊ മഗ്‌രിബ് നമസ്കരിച്ചപ്പോഴും അമീൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന് പ്രാർത്ഥിച്ചതല്ലേ? ആ മസീഹു ദജ്ജാലിനെയാണ് നിഷേധിച്ചിരിക്കുന്നത്. ഇത് ഹദീസ് നിഷേധമല്ലേ എന്നാണ് ഉദ്ധരിച്ചതോ അൽഫനാറിനെയാണ്. പക്ഷേ നേരത്തെ ഞാൻ വായിച്ചു കൽപ്പിച്ചിരിക്കുന്ന ഹദീസിൽ പോലും സലാം സുലമി ദജ്ജാലിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, രക്ഷ നേടുന്ന വിഷയം. എന്നാൽ ഇവിടെ സലാമുൽ എഴുതിയിരിക്കുന്ന വിഷയത്തിന്റെ ഒരു ഭാഗം ഞാൻ ആദ്യം വായിക്കാം. എന്താണ്? എന്റെ അഭിപ്രായം എല്ലാ കാലത്തും മസീഹു ദജ്ജാൽ ഉണ്ടായിരിക്കും എന്നാണ്. ഈ ഭാഗത്തെയാണ് ഇയാൾ എടുത്തു വെച്ചത്. പക്ഷേ സലാമുൽ എന്ത് ചെയ്തു? ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചു. സയ്യിദ് റഷീദ് അടക്കമുള്ള തഫ്സീർ മനാറിലെ വാള്യങ്ങൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് കുറെ വിഷയങ്ങൾ വെച്ചിട്ടുണ്ട് മസീഹു ദജ്ജാലുമായി ബന്ധപ്പെട്ട്. അവസാനം സലാം ഒരു സ്വന്തം സ്റ്റേറ്റ്മെന്റ് എന്താ? ഞാൻ മസീഹു ദജ്ജാലിനെ എതിർക്കുന്നില്ല. എക്കാലത്തും സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കും ജ്യോത്സ്യന്മാർക്കും ശക്തികൾക്കും കലകൾക്കും എല്ലാം തന്നെ പറയുന്ന പേരാണ് മസീഹു ദജ്ജാൽ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാൻ നമസ്കാരത്തിൽ മസീഹു ദജ്ജാലിന്റെ തിന്മയിൽ നിന്ന് രക്ഷ തേടാറുണ്ട്. അന്ത്യദിനത്തിലും ഹദീസിൽ പറയുന്നത് പോലെ ആ മസീഹു ദജ്ജാൽ വരുന്നതിന് എനിക്കെതിർപ്പില്ല. ഇതാണ് എന്റെ വിശ്വാസം. ഞാൻ മസീഹു ദജ്ജാലിനെ എതിർക്കുന്നു എന്ന് പറയുന്നവരും ശ്രദ്ധിച്ചോട്ടോ, ഞാൻ മസീഹു ദജ്ജാലിനെ എതിർക്കുന്നു എന്ന് പറയുന്നവരും ചിലപ്പോൾ മസീഹു ദജ്ജാലായി കൂടായികയില്ല. കാരണം അമ്മാതിരി കളവാ പറയുന്നതേ. പച്ചക്കളവ് വളമ്പിയിട്ട് ജനങ്ങളെ വഴികളിലാക്കുന്ന ഈ ദുഷിച്ച പണ്ഡിതന്മാർ റസൂലൻ പറഞ്ഞതാ ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞില്ലേ ചില പണ്ഡിതന്മാരെ കുറിച്ച്? ദജ്ജാലൂന കദ്ദാബൂന, ആ ടീമാണത്. അതാ ഇത് വെച്ചത്. ഞാൻ മസീഹു ദജ്ജാലിനെ എതിർക്കുന്നു എന്ന് പറയുന്നവരും ചിലപ്പോൾ മസീഹു ദജ്ജാൽ ആയിക്കൂടായികയില്ല. ഇവരെ മുസ്ലിങ്ങളും ഭയപ്പെടുക, ഇവർക്കെതിരെ ജാഗ്രത പുലർത്തുക. ഖുർആനും നബിചര്യയും തെറ്റായി വ്യാഖ്യാനിക്കുന്ന മസീഹു ദജ്ജാലുകൾ എക്കാലത്തും ഉണ്ടാകുന്നതാണ്. ഇവരുടെ തിന്മയിൽ വീഴാതിരിക്കുവാൻ പ്രത്യേകമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. സലാം അലി പറഞ്ഞ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. മസീഹു ദജ്ജാലിനെ രക്ഷ നേടാൻ നിസ്കാരത്തിന് മാത്രം പ്രാർത്ഥിച്ചാൽ പോലെ സദാസമയം പ്രാർത്ഥിക്കണം. കാരണം അതിന് മാത്രം ദജ്ജാലുകൾ ഇപ്പൊ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഈ കക്ഷി എന്ത് ചെയ്തു? ഒരു കഷ്ടെടുത്ത് എന്നിട്ട് മൂപ്പര വക ഒരു കരച്ചിലും ചേർത്തിട്ട് ഇപ്പോ വാട്സപ്പിൽ അത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സലാം അലി എഴുതിയിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമാണെന്ത്? അനുഷ്ഠാന മുറകൾ, ഇസ്ലാമിലെ അനുഷ്ഠാന മുറകൾ. ഇതിൽ അദ്ദേഹം മസീഹു ദജ്ജാലിനെ കുറിച്ച് എന്ത് പറയും നോക്കാം. നമസ്കാരത്തിന്റെ രൂപം പറയുന്നിടത്ത് അത്തഹിയാത്തും സ്വലാത്തൊക്കെ കഴിഞ്ഞിട്ട് ശേഷം വേണ്ടത് ചോദിച്ചു കൊള്ളുക. ബുഖാരി മുസ്ലിം. ഈ പ്രാർത്ഥനകളും ചൊല്ലാം. എന്നിട്ട് പ്രാർത്ഥന കൊടുക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാലി വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വഫിത്നത്തിൽ മമാതി. നിഷേധിക്കല്ല, ആളുകൾക്ക് അനുഷ്ഠാനം പഠിപ്പിക്കുവാൻ വേണ്ടി ഇതേ ദുസ്സലാം സുലമി എഴുതിയിരിക്കുന്ന അനുഷ്ഠാന മുറകൾ എന്ന ഗ്രന്ഥത്തിൽ നമസ്കാരത്തിന്റെ രൂപം വിവരിക്കുന്നിടത്ത് അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷം പ്രാർത്ഥിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്ന പ്രാർത്ഥനയാണിത്. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ആരാ സലാം സുലമി? ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആള്. 2, വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ.
മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. 3 വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹയ്യാ വ ഫിത്നത്തിൽ മമാതി, ജീവിതത്തിലും മരണത്തിലുമുള്ള എല്ലാ ഫിത്നകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇങ്ങനെയുള്ള സലാം സുലമിയാണ് എന്ത്? ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളും മസീഹ് ദജ്ജാലിനെ നിഷേധിക്കുന്ന ആളും അതുവഴി ഹദീസ് നിഷേധിക്കുന്ന ആളും അതുവഴി വഹീനെ നിഷേധിക്കുന്ന ആളും അതുവഴി റസൂലിനെ നിഷേധിക്കുന്ന ആളും അതുവഴി അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളും അതുവഴി ഇസ്ലാമിനെ തന്നെ നിഷേധിക്കുന്ന ആളും. കാര്യം അത്ര നിസ്സാരമല്ലാത്ത കൊണ്ടാണ് ഞാൻ കുറച്ച് സമയം എടുത്തത്. ഇങ്ങനെ ഒരാൾ ആദ്യം പട്ടിന്ന് വിളിക്കുക, പിന്നെ പേപ്പട്ടി എന്ന് പേരിടുക, എന്നിട്ട് തല്ലിക്കൊല്ല. ഈ മാർഗമാണ് ഈ കുബുദ്ധികൾ ദജ്ജാലുകളെപ്പോലും നാണിപ്പിക്കുന്ന ഈ ദുഷ്ടബുദ്ധികളായിരിക്കുന്ന പണ്ഡിതന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തേരോട്ടമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്റെ വാക്കുകൾ കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കുക, വേറെ മാർഗമൊന്നുമില്ല. അത്രയേ ഉള്ളൂ, വേറെ മാർഗമല്ല. അത് കൂടിപ്പോകും ആ മാതിരി പ്രയോഗങ്ങൾ നടത്തിയത്. ഈ അബ്ദുസ്സലാം സുലമിയാണ് ആര്? നമ്മളെ മഹാൻ വന്നിട്ട് മൗലവി നിങ്ങൾ തിരുത്തണം, നിങ്ങൾ തിരിച്ചു വരണം. എന്താ തിരുത്തേണ്ടത്? ഏതാ തിരുത്തേണ്ടത്? ഏതാണ് വിഷയം? ഇവർ പടച്ചുണ്ടാക്കിയിരിക്കുന്ന അന്ധവിശ്വാസങ്ങളാണോ? അതിലേക്ക് വരണമെന്നാണോ? ഒരു വാദം കൂടി ചേർത്ത് പറയട്ടെ. സംസം വെള്ളത്തിന്റെ പോരിശ അത് നിഷേധിച്ചതാണല്ലോ. സലാം അലി നേരത്തെ വിശദീകരണം നൽകി. എന്നാൽ ആ വിശദീകരണത്തിന്റെ പുറമെ അബ്ദുസ്സലാം സുലമി ആ സംഗതി എഴുതിയത് KNM പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മുസ്ലിംകളുടെ അനാചാരങ്ങളുടെ പുസ്തകത്തിലാണ്. ആ പുസ്തകത്തെ പരാമർശിച്ചുകൊണ്ട് അതേ കാലത്ത് തന്നെ 2002 ഏപ്രിൽ മാസത്തിൽ അൽമനാറിലേക്ക് ചോദ്യം വന്നു. ഉത്തരം പറയുന്നത് ബഹുമാനായിരിക്കുന്ന എന്റെ ഗുരുനാഥൻ AP അബ്ദുൽ ഖാദർ മൗലവി. ആ ഉത്തരം ഒന്ന് വായിച്ചു നോക്കാം. ചോദ്യം അബ്ദുസ്സലാം സുലമി എഴുതി KNM പ്രസിദ്ധീകരിച്ച മുസ്ലിംകളിലെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ പേജ് 298 അധ്യായം 107 സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠത. സംസം വെള്ളം രോഗശമനത്തിന് ഔഷധമാണെന്ന് പ്രസ്താവിക്കുന്ന ഹദീസുകളെല്ലാം തന്നെ ദുർബലമാണെന്നും സ്വഹീഹായ ഒരു ഹദീസിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം വെള്ളം കുടിക്കുവാൻ ഉപദേശിച്ചത് കാണുവാൻ സാധ്യമല്ലെന്നും പറയുന്നു. എന്നാൽ ഇപ്പോൾ ചില സലഫി പണ്ഡിതന്മാർ രോഗശമനത്തിന് അത് കഴിക്കാം എന്ന് പറയുന്നു. ഇത് ശരിയാണോ? എങ്കിൽ ഏതാണ് ആ ഹദീസ്? ഇത് ശരിയാണെങ്കിൽ മേൽ പുസ്തകത്തിൽ ഇത് തിരുത്തിക്കേണ്ടതില്ലേ? പിളർപ്പിന്റെ തൊട്ട് മുമ്പാ ചോദ്യം. ഉത്തരവാകാലത്ത് ഏപ്രിലാണ്, പിളർപ്പ് ഓഗസ്റ്റിലായിരുന്നു. ശരി, എന്താ ഉത്തരം നോക്കാം. മറുപടി: ഇത് സംബന്ധിച്ച് ഒന്നിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദ്യത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അത്തരം ഹദീസുകളെല്ലാം ദുർബലമാണെന്ന് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. എന്നാൽ എല്ലാ പണ്ഡിതന്മാരും അത്തരം എല്ലാ ഹദീസുകളും ദുർബലമാണെന്ന് പറയുന്നു എന്ന് അവകാശപ്പെടുന്നില്ല. ചില ഹദീസുകളെങ്കിലും സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം എന്നതിനെ നിഷേധിക്കുന്നില്ലെന്ന് സാരം. പക്ഷേ ശരിയാണെന്ന് പറഞ്ഞവരോട് ഗ്രന്ഥകാരൻ യോജിച്ചു കൊള്ളണമെന്നില്ല. ഇതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റില്ലതാനും. സംസം വെള്ളത്തിന്റെ ഈ രോഗശമന ശ്രേഷ്ഠത ഉണ്ടല്ലോ, അത് ശരിയാണെന്ന് പറയുന്ന പണ്ഡിതന്മാരോട് യോജിച്ചു കൊള്ളണമെന്നില്ല. അതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാവുന്നതുമല്ല. തീർന്നില്ല, ബാക്കി. എന്നാൽ മറുവശം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അതിനായി KNM പ്രസിദ്ധീകരിച്ച MM നദവിയുടെ ഹജ്ജ് ഉംറ കർമ്മരീതിയും കഅബയിലെ ചരിത്രവും എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം രണ്ടാളായി, രണ്ടു പഠനമുണ്ട്. MM നദവിയുടെ KNM പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാ? ഹജ്ജ് ഉംറ കർമ്മരീതിയും കഅബയിലെ ചരിത്രവും എന്ന ഗ്രന്ഥത്തിന്റെ 59-60 പേജുകൾ വായിക്കുക. രണ്ടും മുന്നിൽ വെച്ച് താങ്കൾക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാം. ഇവിടെ പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ വിലയിരുത്തപ്പെടുകയാണ് വേണ്ടത്. അതാണ് ഇവിടെ നടന്നിട്ടുള്ളതും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ അനുഗ്രഹിച്ചു? അബ്ദുസ്സലാം സുലമിയെയും MM നദ്വിയെയും ചോദ്യകർത്താവിനെയും ഇത് വായിച്ച നമ്മളെല്ലാവരെയും. ആ അനുഗ്രഹത്തിനും പെടാതെ പോയത് ഈ 4 കുഞ്ഞാടുകളാ. മനസ്സിലായില്ലേ? ഇവരാണ് സലാം സുലമിക്ക് നേരെ കുതിരകാരാൻ നോക്കുന്നത്. അദ്ദേഹം വിശദീകരണം നേരത്തെ പറഞ്ഞു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഏതെങ്കിലും ഒരു വിഷയം പിളർപ്പിന്റെ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഉന്നയിക്കാത്ത കാര്യങ്ങൾ അതാണ് ഇപ്പോൾ ഇവിടെ ഉയർത്തിക്കാണിച്ച് രംഗത്ത് വരുന്നത്. എന്നാലോ സലാമോലെ മിക്ക ഗ്രന്ഥങ്ങളും എഴുതിയത് പിളർപ്പിന്റെയും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാ. 92 എഴുതിയിരിക്കുന്ന വിഷയങ്ങളാണ് 2010
15-ലും 16-ലും ചർച്ചയാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് എഴുതുന്ന കാലത്ത് ഈ പറയുന്ന പലരും നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ വള്ളി ടൗസർ ഇട്ട് നടക്കുന്ന കാലം, അല്ലെങ്കിൽ ജനിച്ചിട്ടില്ലാത്ത കാലം. ആ കാലത്ത് എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ അവിടെ നിന്നിങ്ങോട്ട് പണ്ഡിതന്മാരും നേതാക്കന്മാരും പ്രവർത്തകന്മാരുമെല്ലാം പലാവർത്തി വായിച്ച് പലരും അതുമായി മുന്നോട്ട് പോയി. എന്നിട്ട് ഇപ്പോൾ ചില ഈ പുതിയ പുതിയ തലമുറയിലെ ഈ ഇടിവെട്ടുമ്പോൾ മുളക്കുന്ന കൂണിനെ പോലെ വന്നിരിക്കുന്ന ചില ആളുകൾ രംഗത്ത് വന്ന് പറയുന്നു, അബ്ദുസ്സലാം സ്വലമി തിരുത്തണം, അബ്ദുസ്സലാം സ്വലമി തിരിച്ചു വരണം. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ പ്രസംഗിച്ചിരിക്കുന്ന ബഹുമാന്യ മുസ്ലിയാരുണ്ടല്ലോ, അദ്ദേഹം ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ സലാം സുലൈമിന്റെ പുസ്തകത്തിലെ പേജ് നമ്പർ മാത്രമേ പറയാൻ ബാക്കിയുണ്ടാവുള്ളൂ. വിഷയത്തിന്റെ ഓർഡർ പോലും തെറ്റിയിട്ടുണ്ടാവില്ല. ആ വിഷയത്തിന്റെയും അതിനുവേണ്ടി അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആയത്തുകളുടെയും ഹദീസുകളുടെയും ഓർഡർ പോലും തെറ്റിയിട്ടുണ്ടാവില്ല. ആ പുസ്തകങ്ങളെ അതുപോലെ പ്രസംഗമാക്കി അവതരിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്ന മാപ്പിളപ്പാട്ടുകാരൻ ഇപ്പോൾ സലാം സുലൈമിയെ തിരുത്താൻ ശ്രമിക്കുന്നു. അതാവസ്ഥ. അങ്ങനെ വന്നവർ തന്നെയാണ് ഇപ്പോൾ തിരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളിവിടെ ഉന്നയിച്ച വിഷയങ്ങളുണ്ടല്ലോ, ഒന്ന് ജിന്ന്. ആ ജിന്നിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? ആ പറഞ്ഞെടുത്ത് നിൽക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് അറിയാം. മുജാഹിദ് പ്രസ്ഥാനം അവിടെ തന്നെ നിന്നത്. ജിന്നുകൾ മനുഷ്യന്റെ ശരീരത്തിൽ കയറിക്കൂടുമെന്നോ അവരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നോ വിശുദ്ധ ഖുർആനോ പ്രവാചക ചര്യയോ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിരിക്കുന്ന അൽമനാറും അതുപോലെ തന്നെ പറഞ്ഞത്. ഇത് 986 ഫെബ്രുവരിയിൽ അൽമനാറ. അതിലെ ചോദ്യവും മറുപടിയും പിശാചിന്റെ പ്രവർത്തന പരിധി സാക്കിർ NKC പുടിക്കൽ ചോദിച്ച ചോദ്യമാണ്. അതിന് കൊടുത്ത ഉത്തരത്തിന്റെ ഒരു ഭാഗം, നല്ല കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നും മനുഷ്യരെയും ജിന്നുകളെയും പിന്തിരിപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പിശാചുക്കൾ ചെയ്യുന്ന ഉപദ്രവമായി ഖുർആനിൽ വിവരിച്ചു കാണുന്നത്. എന്നിട്ട് താഴെ ഏതാനും ആയത്തുകൾ കൊടുത്തിട്ട് ബാക്കി പറയാം. ഇതുപോലെയുള്ള ഖുർആൻ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പിശാചിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം ആത്മീയമാണെന്നും ശാരീരികമല്ലെന്നുമാണ്. ശാരീരികമായി പിശാച് മനുഷ്യനെ ഉപദ്രവിക്കുമെന്ന് അള്ളാഹുവോ അതുപോലെ അള്ളാഹുവിന്റെ അടിമകളെ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് പിശാചോ പറഞ്ഞതായി ഒരു പ്രസ്താവനയും ഖുർആനിലില്ല. ഇഷ്ടമുള്ള രൂപം സ്വീകരിച്ച് മനുഷ്യർക്കിടയിൽ വിലസാനും പലരുടെയും സ്വരത്തിലും ഭാഷയിലും സംസാരിക്കാനുമൊക്കെ പിശാചിന് കഴിയുമെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. ഒറ്റപ്പെട്ട വ്യക്തികളെ മാത്രമല്ല ഉപയോഗിക്കുവാൻ കഴിയുക, ഒരു നിമിഷം കൊണ്ട് ലോകം തന്നെ ചുട്ടരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഇവർ പറയുന്ന പിശാച് ബാധയും പിശാച് കൂടലും പിശാചിന്റെ കോലം മാറലും തുടങ്ങിയുള്ള മുഴുവൻ വിഷയങ്ങളെയും നിരാകരിച്ചുകൊണ്ട് അൽമനാറിൽ 986 എഴുതിയത്. അന്ന് ഇപ്പോൾ ഈ കളവ് നടക്കുന്ന പല കുട്ടികളും ജനിച്ചിട്ടുണ്ടോ എന്ന് ഇനി നോക്കണം. ഇവിടെ വന്ന ഉസ്താദ് ജനിച്ചിട്ടുണ്ടാവും, അത് ശരിയാ. പക്ഷേ അദ്ദേഹത്തിന് വിഷയങ്ങൾ അറിയാലോ. KP മുഹമ്മദ് മൗലവി അടക്കമുള്ള മഹാപണ്ഡിതന്മാർ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കാലത്ത്, ഞാൻ വീണ്ടും പറയുന്നു, KP നേതൃത്വം കൊടുത്തതുകൊണ്ടോ അൽമനാറിൽ ഇങ്ങനെ വന്നതുകൊണ്ടോ ഇത് സ്വീകരിക്കണമെന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഖുർആനിലും പ്രവാചക ചര്യക്കും വിരുദ്ധമല്ലാത്ത വിഷയം ആയതുകൊണ്ട് നാം ഇത് സ്വീകരിക്കുന്നു. എന്താ കാരണം? ജിന്നി എന്ന വർഗം, ആ ജിന്നുവർഗത്തിലെ പിശാചി എന്ന വിഭാഗം ആരാണെങ്കിലും അവയെക്കുറിച്ച് നമുക്കുള്ള ഒരേ ഒരു അറിവ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങനെയും ചില സൃഷ്ടികൾ ഉണ്ടെന്ന് അതുകൊണ്ടറിഞ്ഞു. ജിന്നുകളെ മലക്കുകൾ പോലെയുള്ള അദൃശ്യ ജീവികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന് പറയുകയും ആ സൃഷ്ടികളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രം ഖുർആൻ എടുത്തു പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങനെ സംഗതി ഉണ്ട്, അവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പുറത്തേക്ക് ഖുർആൻ പറഞ്ഞില്ല, പറയാത്തവരത്തേക്ക് പോകാനോ കഴിയൂല. കാരണം നമുക്ക് യുക്തിയും ബുദ്ധിയും ചിന്തയും ഒക്കെ ഉപയോഗപ്പെടുത്തി പോകേണ്ട ഒരുപാട് മേഖലയുണ്ട്. എന്നാൽ അതിനും കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലയാണെന്ന് അദൃശ്യ ലോകം. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. പക്ഷേ ഒരു മൈക്രോസ്കോപ്പോ മറ്റോ വെച്ച് നോക്കിയാൽ ബാക്ടീരിയയും വൈറസും ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ അത് അദൃശ്യമാണെങ്കിലും അവയൊന്നും അഭൗതികമല്ല. ബാക്ടീരിയയും വൈറസും അഭൗതികമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവയെ ഉപയോഗപ്പെടുത്താൻ കഴിയും, നശിപ്പിക്കാൻ കഴിയും, പല മാർഗങ്ങളുണ്ട്. എന്നാലോ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ
അവന്റെ കയ്യിലുള്ള ഏതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ ജിന്നി എന്നൊരു വർഗത്തെ കാണുവാനോ കേൾക്കുവാനോ തൊടുവാനോ മണക്കുവാനോ രുചിക്കുവാനോ അല്ലെങ്കിൽ അവയുടെ സാന്നിധ്യം അറിയുവാനോ ഒരിക്കലും സാധിക്കുകയില്ല. ഒരിക്കലും സാധിക്കുകയില്ല. എന്തുകൊണ്ട്? ഇതാണ് പ്രത്യേകത. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്ത്, ഈ ഭൗതികതക്കപ്പുറത്താണ് ആ സൃഷ്ടികൾ ഉള്ളത് എന്നതുകൊണ്ട്. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്നതിന് അപ്പുറത്താണ് കാര്യങ്ങൾ. അഭൗതികമാണ്. ആ അഭൗതികമായിരിക്കുന്ന സൃഷ്ടികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? അവിടെ നിൽക്കുക, അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. പ്രവാചക തിരുമേനി അതിന്റെ വിശദാംശങ്ങളായി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതും സ്വീകരിക്കുക, അതിനപ്പുറത്തേക്ക് പോകണ്ട. എന്നാൽ വിശുദ്ധ ഖുർആൻ മുഴുവനും മറിച്ചു നോക്കിയാൽ, പ്രവാചക ചര്യ എന്ന നിലക്ക് സ്വഹീഹായി വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ മുഴുവനും പരിശോധിച്ചാൽ, ജിന്ന് മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കുമെന്നോ, മനുഷ്യന്റെ ശരീരത്തിൽ കയറിക്കൂടുമെന്നോ, എന്നിട്ട് പലരുടെയും ശബ്ദത്തിൽ സംസാരിക്കുമെന്നോ, അങ്ങനെ പല രോഗങ്ങളും ഉണ്ടാക്കുമെന്നോ, അങ്ങനെയുള്ള ജിന്നുകളെ പുറത്തിറക്കുവാൻ വേണ്ടി ആ മനുഷ്യനെ അടിക്കാമെന്നോ, അതുമല്ല ആ അകത്തുള്ള ജിന്നിനെ മുസ്ലിമാക്കുവാനോ അല്ലെങ്കിൽ മറ്റു മതസ്ഥനാക്കി മാറ്റുവാനോ ഇവിടെയുള്ള മനുഷ്യർക്ക് സാധിക്കുമെന്നോ വിശുദ്ധ ഖുർആനോ പ്രവാചക ചര്യയോ പറഞ്ഞിട്ടില്ല. ഈ മൊല്ലമാരല്ലാതെ ആരും അത് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇതിന് ഖുർആന്റെ തെളിവില്ല, പ്രവാചക ചര്യയുടെ തെളിവില്ല. പിന്നെന്താ ജിന്നുവർഗത്തിലുള്ള പ്രശ്നം? ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പിശാചുക്കളുണ്ട്. ആ പിശാചുകൾ ചെയ്യുന്ന ദ്രോഹം എന്താ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ആ മിനൽ ജിന്നത്തി വന്നാസ് എന്ന ആയത്ത് കട്ട് ചെയ്തിട്ട് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന് ഓതിയിട്ട് മനസ്സിലെങ്ങനെ പിശാച് ദുർമന്ത്രം നടത്താൻ ഉള്ളിക്ക് കയറാതെ എന്ന് ചോദിച്ചാൽ ഒരാളുടെ ഇപ്പളെ കാണല്ല. അയാളിപ്പോ ജിന്നാണോ ഇൻസാണോ എന്താ അല്ലാഹു ആലം. ഞങ്ങൾ അന്ന് ഓതിക്കൊടുത്തു സുഹൃത്തെ, മിനൽ ജിന്നത്തി വന്നാസ് എന്നുകൂടി ഉണ്ട്. മനുഷ്യന്റെ മനസ്സിൽ ദുർമന്ത്രങ്ങൾ നടത്തുന്ന പിശാചുക്കൾ എന്ന് പറയുന്നതിൽ ജിന്നുകളുമുണ്ട് മനുഷ്യരുമുണ്ട്. മനുഷ്യരായ ഒരു പിശാചും മറ്റൊരുത്തിന്റെ അകത്തു കയറിയിട്ടാണ് അവനിൽ ദുർമന്ത്രം നടന്നത് എന്ന് വിശ്വാസമില്ലെങ്കിൽ ജിന്നുകളെയും വെറുതെ വിട്ടേക്കുക എന്ന് കുറെ കാലം പറഞ്ഞു. ഇപ്പൊ ഒരു തമാശ എന്തായാലും പല തമാശയുണ്ട്. ഇപ്പോൾ ഇടക്കാലത്ത് നോട്ടീസുണ്ട്. ഒരു പ്രോഗ്രാമാണ് സംഘടിപ്പിക്കുന്നത് മക്കയിലോ മറ്റുള്ള ഇതൊരു കമ്മിറ്റിയാ ഇവിടെ സംഘടിപ്പിക്കുന്നത്, പിന്നെ നമ്മുടെ നാട്ടിൽ. എന്നിട്ട് പ്രോഗ്രാമിന്റെ അടിയിൽ NB, സാധാരണ നമ്മുടെ NB എങ്ങനെയാ, സ്ത്രീകൾക്കും സൗകര്യമുണ്ടായിരിക്കും. എന്നാൽ അവിടുത്തെ NB എന്താരോ, സ്ഥലപരിമിതി കാരണം സ്ത്രീകൾക്ക് സൗകര്യമുണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ ഈ നോട്ടീസ് വേണം. കാരണം ഇതൊക്കെ മുഖം മറച്ച് ഒരു ചാക്കിൽ കെട്ടി ഏതോ മൂലയിൽ തള്ളാനുള്ള സമയമായിട്ടുണ്ടല്ലോ അല്ലേ? അതിലേക്കുള്ള പോക്ക് പല ക്യൂപത്തിലും പല കോലത്തിലും പ്രത്യക്ഷപ്പെടും. ഞാൻ സൂചിപ്പിച്ചത് ഈ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് മനസ്സിലാകാത്ത ഒരു കാലുണ്ട്. എങ്കിൽ ജിന്നുവർഗത്തിലെ പിശാചുക്കൾ മാത്രമല്ല മനുഷ്യവർഗത്തിലെ പിശാചുക്കളും മനുഷ്യനെ ഉപദ്രവിക്കുന്നു. എങ്ങനെയാ? മനുഷ്യന്റെ മനസ്സിൽ ദുർമന്ത്രങ്ങൾ നടത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, അതായത്തിന്റെ തുടക്കത്തില് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. മനുഷ്യരുടെ ആരാധ്യനും മനുഷ്യരുടെ സൃഷ്ടാവും അവരുടെ രാജാധികാരിയും ഒക്കെ ആയിരിക്കുന്ന പടച്ച റബ്ബിനോട് കാവൽ തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതല്ലാത്ത ഒരു മാർഗവും വിശുദ്ധ ഖുർആനോ പ്രവാചക ചര്യയോ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ടാണ് KM മൗലവിയെ ഉദ്ധരിച്ചുകൊണ്ട് പിശാച് ബാധിച്ചത് എന്ന് വിചാരിക്കുന്ന ഒരാൾ, അങ്ങനെ വിചാരിക്കാൻ ഒരാള്, അയാള് ഇന്ന പ്രാർത്ഥന ചൊല്ലിക്കോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിശാച് ബാധയില്ലേ? അത് പറഞ്ഞതിന്റെ പേരിൽ KM മൗലവി ജൂതനായോ? ഞാനതന്നെ പറഞ്ഞത്. ഉമർ മൗലവിയെ കുറിച്ച് എന്താ അഭിപ്രായം? കുനൂത്തിന്റെ വിഷയത്തിൽ ഉമർ മൗലവി എന്താ പറഞ്ഞത്? കുനൂത്തിന്റെ വിഷയത്തിൽ ഉമർ മൗലവി പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ അംഗീകരിക്കുവാനും സമൂഹത്തിന് മുമ്പിൽ ഉറക്കെ വായിച്ചു കളിപ്പിക്കുവാനും ഇന്ന് തയ്യാറാവോ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1999 ഫെബ്രുവരി സരസബിയിൽ ഇമാം കുനൂത്ത് ഓതുന്ന സമയത്ത് കുനൂത്തിൽ പങ്കെടുക്കാതെ വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാകുന്നു. ആ സമയത്ത് തസ്ബീഹ് നീട്ടിച്ചൊല്ലുകയോ സ്വന്തം നിലക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. എന്നാൽ ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിനും വിരോധമില്ലെന്ന് തോന്നുന്നു. ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ
ചെയ്യാവുന്നതാണ്. ഇത് ഫെബ്രുവരി. മാർച്ച് മാസത്തിൽ വ്യക്തമായ ഒരു കൽപ്പന ഈ വിഷയത്തിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും സ്വന്തം ആലോചനയിൽ മനസ്സിൽ സമാധാനം തോന്നുന്നത് പോലെ പ്രവർത്തിക്കാവുന്നതേ ഉള്ളൂ. ആ കുനൂത്തിൽ പങ്കെടുത്ത് നമസ്കാരം പൂർത്തിയാക്കുന്നതിനും വിരോധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്ക് തെറ്റാണെന്നാണ് ഇപ്പോൾ പലരും വാദിക്കുന്നത്. എനിക്കത് മനസ്സിലായിട്ടില്ല. എനിക്ക് എന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാനേ കഴിയുകയുള്ളൂ. ആരാന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഉമർ മൗലവിയുടെ 99 ഫെബ്രുവരി മാർച്ച് മാസത്തെ സെൽസബിയിലൂടെയുള്ള ഈ സ്റ്റേറ്റ്മെന്റിനോട് ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ എങ്ങനെ പ്രതികരിച്ചത്? ഉമർ മൗലവി നരകത്തിലാണോ എന്ന് ചോദിച്ചോ? ഉമർ മൗലവി ജൂതനാണോ എന്ന് ചോദിച്ചോ? ഉമർ മൗലവി ഹദീസ് നിഷേധിയാണോ എന്ന് ചോദിച്ചോ? ഉമർ മൗലവി അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചോ? അതൊന്നും ചോദിക്കാത്ത ആള് എങ്ങനെയാ കെ മൗലവി ഒരു നിഗമനം പറഞ്ഞതിന്റെ പേരിൽ കൃത്യമായി തെളിവ് പറഞ്ഞു, ഒരു നിഗമനം പറഞ്ഞു വെച്ചു. ആ നിഗമനം പറഞ്ഞു വെച്ചതിന്റെ പേരിൽ അദ്ദേഹം ജൂതനാണോ, അദ്ദേഹം ഹദീസ് നിഷേധിയാണോ, അദ്ദേഹം കാഫിറാണോ, നരകത്തിലാണോ തുടങ്ങിയിരിക്കുന്ന ചോദ്യം ചോദിച്ച് വികാരം കൊണ്ടെന്തിനാ? ഇതാണ് ജിന്ന് വിഷയത്തെ ഞാനാ പറഞ്ഞത്. പ്രമാണങ്ങൾ ഉദ്ധരിക്കാൻ കയ്യിൽ യാതൊന്നുമില്ല. പ്രമാണങ്ങൾ ഉദ്ധരിക്കാൻ, മറിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിർഔന്റെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാ ഈ ഉസ്താദ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ വിഷയം എന്തായിരുന്നു? സിഹിറാണ്. സിഹിറിനെ കുറിച്ച് എത്ര ആയത്തുകൾ നിങ്ങൾ നിഷേധിച്ചത്? സൂറത്തു നിസാ 51-52 ആയത്തുകൾ. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി എന്ന് തുടങ്ങുന്ന ആയത്തിൽ യുമിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്ന വേദഗ്രന്ഥം ലഭിച്ചിരിക്കുന്ന ആളുകളെ കണ്ടുവന്ന് ഖുർആൻ ചോദിച്ചു. എന്നിട്ടോ അവരുടെ ചില പ്രശ്നങ്ങൾ കാരണം, ഒന്നാമത്തെ പ്രശ്നം, അവര് ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹിർ എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വരെ അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹിർ. ആ സിഹിറിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അതടക്കം 2 കാരണങ്ങൾ. ഈ 2 കാരണങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. സിഹിറിൽ വിശ്വസിക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന ഖുർആനിന്റെ ആയത്ത് നിഷേധിക്കാതെ എങ്ങനെയാണ് സിഹിർ ഫലിക്കുമെന്ന് നിങ്ങൾ സമർത്ഥിക്കുക? എങ്ങനെയാ സമർത്ഥിക്കുക? മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് വായിക്കുന്നതിന് മുമ്പ് ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെയും സൂറത്ത് ഫുർഖാനിലെയും 2 ആയത്തുകൾ എന്തുകൊണ്ട് നിങ്ങൾ കാണാതെ പോകുന്നു? എന്തുകൊണ്ട് ശ്രദ്ധിക്കാതെ പോകുന്നു? ഈ ആയത്ത് ഉന്നയിച്ചപ്പോ ഒരു വൃത്തം പറഞ്ഞെന്നറിയോ? അപ്പോ ഈ ആയത്ത് ബുഖാരി കണ്ടിട്ടില്ലേ? ഈ ആയത്ത് മുസ്ലിം കണ്ടിട്ടില്ലേ? ഞാൻ അതിനാ ഉത്തരം പറഞ്ഞത്, അവരുടെ കാര്യം അള്ളാന്റെ അടുത്തുണ്ട്, അത് അള്ളാഹ് തീരുമാനിച്ചോളും. നമ്മള് അത് മുസ്ലിം കണ്ടിട്ടില്ലേ, ഈ ബുഖാരി കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ച് പരലോകത്ത് രക്ഷപ്പെടുവോ? നമ്മൾ കണ്ടിട്ടില്ല എന്നാ ചോദിക്കേണ്ടത്. നമ്മൾ കണ്ടിട്ടില്ലേ? ഈ പറയുന്ന ആളുകൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ വഖാല അല്ലാലിം വയഖൂലു അല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ ഉൻദുർ കൈഫ ലറബു ലക്കൽ അംസാൽ ഫളല്ലു ഫലാ യസ്തതിഊന സബീലാ. അക്രമികളായ ആളുകൾ പ്രവാചക തിരുമേനിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കണ്ടില്ലെന്നാ എന്താ പറഞ്ഞത്? നിങ്ങൾ പിന്തുടരുന്നത് സിഹിർ ബാധിച്ചിരിക്കുന്ന, മാരണം ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ മാത്രമാകുന്നു എന്നവർ ആരോപിച്ചു. ആ ആരോപണത്തിന്റെ കാരണത്താൽ അവർ അക്രമികളായി മാറി എന്ന് മാത്രമല്ല, ഉൻദുർ കൈഫ ലറബു ലക്കൽ അംസാൽ ഫളല്ലു ഫലാ യസ്തതിഊന സബീലാ, അവർ അത് കാരണം തന്നെ വഴിപിഴച്ചു പോവുകയും ഇനി ഒരിക്കലും നന്നാവാൻ കഴിയാത്ത വിധത്തിൽ വഴിമാറിപ്പോവുകയും ചെയ്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ ടീം നന്നാകാത്ത കൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമല്ല. നന്നാക്കാൻ ആര് നോക്കിയിട്ട് നന്നാകുന്നതുകൊണ്ടാ? അള്ളാഹുവിന്റെ റസൂലിന് സിഹിർ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആൾക്ക് ഒരിക്കലും നന്നാവാൻ അവസരമില്ല. ഫലാ യസ്തതിഊന സബീലാ, സന്മാർഗത്തിലേക്ക് ഒരു വഴിയും കണ്ടെത്തുവാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അവർ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും, ഇതേ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് വിഷയം. അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ആയത്തുകള്. ഈ ആയത്തുകളൊക്കെ മുമ്പിൽ വെച്ചിട്ട് വേണം അള്ളാഹുവിന്റെ റസൂലിന് സിഹിർ ബാധിച്ചുവോ ഇല്ലയോ എന്ന റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഞാൻ ഹുസൈൻ സലഫിയെ തന്നെ ക്ഷണിക്കുകയാണ്. എന്റെ മുമ്പിൽ വരണമെന്ന് പറയുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തില് അറബി ഭാഷ ഒരു അല്പമെങ്കിലും അറിയുന്ന ഒരു സാധാരണ പ്രവർത്തകന്റെ മുമ്പിൽ ആ ഹദീസ്, ആ റിപ്പോർട്ട് ഒരാവർത്തി വായിച്ചു കേൾപ്പിക്കുവാൻ
ഈ പറയുന്ന ഹുസൈൻ സലഫിക്ക് തന്റെ ഇടവും ധൈര്യമുണ്ടെങ്കിൽ അയാൾ പറയട്ടെ, എന്നിട്ട് വിളിക്കട്ടെ തിരുത്താൻ. അപ്പൊ നമുക്ക് ആലോചിക്കാം. മാത്രമല്ല റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ലാ യദ്ഖുലുൽ ജന്നത സ്വാഹിബു സലാസിൻ സ്വാഹിബു ഖംസിൻ എന്നൊക്കെ റിപ്പോർട്ട് കാണാം. 5ന്റെ ആളുകൾ, 3ന്റെ ആളുകൾ എന്നൊക്കെ. എന്താ മൂന്ന് വിഭാഗം? ഒന്ന് മുദ്മിനു ഖംർ, ഖാതിഉ റഹ്മ, പിന്നെ മുഅ്മിനുൻ ബിസിദ്ഖ്, മുഅ്മിനുൻ ബിസിഹർ, അല്ലെങ്കിൽ മുസദ്ദിഖുൻ ബിസിഹർ. മുടുകുടിയൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ, അതുപോലെ സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്നവൻ, സിഹിറിനെ സത്യപ്പെടുന്നവൻ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ. ആ റസൂലിന് തന്നെ സിഹിർ ഫലിച്ചു എന്ന് ഷാർജ മുസ്ലിയാർ. ഏതാ നമ്മൾ സ്വീകരിക്കേണ്ടത്? അള്ളാന്റെ റസൂൽ പറഞ്ഞു സ്വീകരിക്കണോ, അതല്ല മുസ്ലിയാർ പറഞ്ഞു സ്വീകരിക്കണോ? അതാലോചിക്കേണ്ടത്. അള്ളാഹ് റസൂൽ പറഞ്ഞതാണ് സിഹിർ ഫലിക്കുന്ന വിശ്വാസാന്റെ സ്വർഗ്ഗത്ത് പോലാൻ. ഇത് ഇവരുടെ നേതാവ് അബ്ദുൽ ഹഖ് സുല്ലമി നേരത്തെ എഴുതിയതാ അൽമനാർ തന്നെ. ഇവരുടെ നേതാവ് പിന്നെ ഇടക്കാലത്ത് ഇവരുടെ നേതാവായി അംഗീകരിച്ചില്ലെങ്കിലും മൂസാ വാണിബേലും അൽമനാറിൽ എഴുതിയതാ. അപ്പോ ഔദ്യോഗികമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്ന വിഷയങ്ങളെ ഇക്കാലം അത്രയും എതിർക്കാതെ ഇപ്പോൾ കെ.എം. മൗലവി പറഞ്ഞു എന്ന് പറയുന്ന ഒരു നിഗമനത്തിന്റെ പേരിൽ മാത്രം സിഹിർ ഫലിക്കുമെന്ന് പറയാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാ? പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതുകൊണ്ട്. ഉണ്ടെന്ന് പറയുന്ന പ്രമാണങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ ഉറക്കെ വായിച്ചു കളിപ്പിക്കുവാൻ ധൈര്യവും തന്റെ ഇടവും പാണ്ഡിത്യവും പരിജ്ഞാനവും ഇല്ലാത്തതുകൊണ്ട്. മൂന്നാമത്തെ വിഷയം എന്തായിരുന്നു? കണ്ണേർ. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താ കണ്ണേറ്? കണ്ണേറും ആര് പറഞ്ഞിട്ടുണ്ട്? കെ.എം. മൗലവി പറയാത്ത വിഷയങ്ങളൊന്നുമില്ല. ഇതും പറഞ്ഞ ആ നിഗമനം പറഞ്ഞു, ആ നിഗമനം മാത്രം ഇങ്ങനെ തോന്നിയാൽ. എന്താ കണ്ണേറ്? കണ്ണേറ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ കൂടെ നോക്കി ഒരാളെ, ഞാൻ നോക്കുന്നതോടു കൂടി അയാൾ കുഴഞ്ഞു വീടും, അല്ലെങ്കിൽ ഒരാൾ എന്നെ നോക്കി ഞാൻ കുഴഞ്ഞു വീടും. അതല്ല, നല്ലൊരു കൃഷിയിടം, ഒരു തോട്ടം, അതിലേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ കമ്പ്ലീറ്റ് കരിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന വിശ്വാസം ഉണ്ടല്ലോ. ഇതാണ് കണ്ണേറ്. ഇവിടെ ഒരു കാര്യകാരണ ബന്ധത്തിന്റെ അഭാവം കാണുന്നുണ്ട്. അഥവാ അദൃശ്യമായ അഭൗതികമായ ഒരു ഇടപെടലിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അദൃശ്യമായി അഭൗതികമായി നമ്മളെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും പടച്ച റബ്ബിനപ്പുറം മറ്റു ചില കണ്ണന്മാർക്കും കൂടി സാധിക്കും എന്ന് വിശ്വസിക്കാതെ നിങ്ങൾ പറയുന്ന കണ്ണേർ അംഗീകരിക്കാൻ കഴിയില്ല. എന്നാ പിന്നെ എന്താ കണ്ണേറിന് തെളിവ്? അൽ ഐനു ഹക്കുൻ. ഹുസൈൻ സലഫി അറബി ഭാഷയിൽ നിങ്ങൾക്ക് എന്തായാലും എന്നേക്കാൾ പ്രാവീണ്യമില്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? ആ അറബി ഭാഷയിൽ അൽ ഐനി എന്ന് പറഞ്ഞാൽ കണ്ണേറ് എന്നാണ് അർത്ഥമെങ്കിൽ അൽ അൻഫ് എന്ന് പറഞ്ഞാൽ മൂക്കേറി എന്ന അർത്ഥമുണ്ടോ? അൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാക്കേറി എന്ന അർത്ഥമുണ്ടോ? അൽ യദ് എന്ന് പറഞ്ഞാൽ കയ്യേറി എന്ന അർത്ഥമുണ്ടോ? അൽ റിസ്ലി എന്ന് പറഞ്ഞാൽ കാലേറി എന്ന അർത്ഥമുണ്ടോ? ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അവിടെ നിന്ന് കർമ്മം ഉണ്ടെന്ന കല്ലേറ്. ആ കല്ലേറിന്, ഹജ്ജ് കർമ്മത്തിലെ കല്ലേറിന് അറബിയിൽ കൊടുത്ത ഹദീസ് കൊടുത്ത പേരെന്തായിരിക്കും? അൽ ഹജർ, കല്ലേറ്. ഉണ്ടോ? അപ്പോ അൽ ഹജർ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഏറ്, അൽ യദ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഏറ്, അൽ അൻഫ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഏറ്, അൽ ലിസാനി എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഏറ്, അൽ ഐനി എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടി? എങ്ങനെ അവിടെ ഏറ് കിട്ടിയേ? ആ ഏറാ നമ്മൾ ചോദിച്ചത്. പിന്നെന്താ, നമ്മളിങ്ങനെ ചില കിതാബുകളിൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മുടെ പണ്ഡിതന്മാരോ അല്ലാത്ത പണ്ഡിതന്മാരോ അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതിനാൽ അതാകുന്നു ശരി, അതങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതാകുന്നു. ഞാൻ ചോദിക്കട്ടെ ഹുസൈൻ സലഫി, താങ്കൾ അഫ്ദൽ ഉലമയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയെങ്കിലും മദ്ഹബിന്റെ പല കിതാബുകളും വായിച്ചിട്ടില്ലേ? ഷാഫി മദ്ഹബിലെ പല കിതാബും വായിച്ചിട്ടില്ലേ? അതിലുള്ള ഏതെല്ലാം വിഷയങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്? ഇമാം ഷാഫിയേക്കാൾ, ഇമാം അബൂ ഹനീഫയേക്കാൾ, ഇമാം മാലിക്കിനേക്കാൾ, ഇമാം അഹ്മദ് ഹംബലിനേക്കാൾ മഹാന്മാരാകുന്നു നിങ്ങളുടെ ഈ നേതാക്കന്മാർ എന്ന വല്ല വാദവും നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ വായിച്ച, നിങ്ങൾ പരീക്ഷ എഴുതിയ, നിങ്ങൾ പാസ്സാകാൻ വേണ്ടി ഉപയോഗിച്ച ഈ കിതാബുകളൊക്കെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടെന്താ? എന്താ നിലപാട്? ഇമാം ഷാഫി പറഞ്ഞുകൊണ്ട് സ്വീകരിക്കണം എന്നാണോ? സ്വീകരിച്ചേ പറ്റൂ എന്നാണോ? സ്വീകരിച്ചില്ലെങ്കിൽ പഴച്ചു പോകുന്നാണോ? ആണോ? ആണെങ്കിൽ പറയണം, എന്നാ ബാക്കി വേഗം കിട്ടും. അത് അവിടെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു. ഇമാം ഷാഫിയുടെ തന്നെ ഉദ്ധരണി എന്ത്? ഇദാ റഅയ്തും കലാമി യുഖാലിഫുൽ ഹദീസ് ഫഅമലു ബിൽ ഹദീസ് വദ്രിബു ബികലാമി അൽ ഹൈദ്. എന്റെ വാക്കുകൾ, എന്റെ അഭിപ്രായങ്ങൾ പ്രവാചക ചര്യക്ക് വിരുദ്ധമായി കാണുമ്പോ നിങ്ങൾ പ്രവാചക ചര്യ സ്വീകരിക്കുക, എന്റെ അഭിപ്രായങ്ങൾ വലിച്ചെറിയുക. ആ വിഷയം
ഒരു ഇമാം ഷാഫിന്റെ മാത്രം വിഷയത്തിലുള്ളതല്ല. ലോകത്തുള്ള ഏത് പണ്ഡിതന്റെയും, ഏത് നേതാവിന്റെയും, ഏത് പ്രഭാഷകന്റെയും, ഏത് എഴുത്തുകാരന്റെയും വിഷയങ്ങളിൽ നമുക്ക് സ്വീകരിക്കുവാനുള്ള സമീപനം അഥവാ തഖ്ലീദല്ലാത്ത ഇത്തിബാഇന്റെ സമീപനം, അതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. അത് സ്വീകരിക്കാൻ നാം ശ്രമിക്കുമ്പോ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയും. ഒരു വാചകം അതിലേക്ക് ചേർത്ത് വെക്കട്ടെ. ഈ കണ്ണേർ ഫലിക്കുമെന്ന് പറയുന്ന ആളുകൾ അതിന്റെ ഹദീസ് ഒന്ന് പൂർണ്ണമായിട്ട് പറയാൻ ചെയ്യട്ടെ. എന്താ ബാക്കിയുള്ളത്? ബാക്കിയോട് പറയാം. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ ഹുസൈൻ സലഫിയെ നോക്കി, അയാൾക്ക് കണ്ണേറ് പറ്റി, നിങ്ങളെ കുഴഞ്ഞു വീണു. ഇനി അയാൾ രക്ഷപ്പെടാൻ എന്താ മാർഗം? അതുകൊണ്ട് പറയണല്ലോ, രക്ഷപ്പെടാനുള്ള മാർഗം ആരാണോ നോക്കിയത് ആ നോക്കിയ കണ്ണനെ പിടിച്ചു കൊണ്ടുവരിക, എന്നിട്ട് നല്ല ഭദ്രമായ ചെമ്പിലിട്ട് കുളിപ്പിക്കുക. നല്ലോണം എല്ലാ ഭാഗങ്ങളും നല്ല ഉഷാറായിട്ട് ഒരതി കുളിപ്പിക്കുക. ഒരു തുള്ളി വെള്ളം പുറത്ത് കളയരുത്. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവനടുത്ത് പുറത്തേക്ക് ഇടാം. എന്നിട്ടോ ഹുസൈൻ സലഫിനെ ആ വെള്ളത്തിലേക്ക് ഇടുക. ഏത് ഇവനെ കുളിപ്പിച്ച് ശരിയാക്കിയ ആ കുളങ്ങിറക്കിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് ഹുസൈൻ സലഫിയെ കയറ്റി വെക്കുക. എന്നിട്ട് അദ്ദേഹത്തെ ആ വെള്ളം കൊണ്ട് കുളിപ്പിക്കുക. അതോടുകൂടി അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്ന കണ്ണേറിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും എന്ന അടുത്ത റിപ്പോർട്ട്. കൂടുതൽ തിരിയണമെങ്കിൽ വണ്ടൂർ വരെ പോയാൽ മതി, അവിടെ ഉസ്താദ് ഉണ്ടതിന്. മനസ്സിലായില്ലേ? അതും ഇറങ്ങൽ ഇങ്ങനെ തന്നെയാ, വിദേശത്ത് ഇറങ്ങും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് എന്തായാലും വിഷയം, സ്വന്തം കുളിച്ച വെള്ളം ഒരു ബക്കത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് വൈകുന്നേരം വന്ന് മേലെ വെക്കാൻ തന്റെ ഇടമില്ല, ധൈര്യമില്ലാത്ത, അതിന് ശ്രമിക്കാത്ത, വൃത്തിയും ശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം സമൂഹത്തോട് ഏതൊക്കെയോ ആളുകളെ കുളിപ്പിച്ച വെള്ളം കൊണ്ട് നമ്മളെ കുളിപ്പിക്കാൻ ഫത്വ കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ശിർക്കകത്തേക്ക് കയറിയാലേ ആകാശത്ത് വീണവനെ പോലെ ഇവൻ ആർക്കും തെളിച്ചുകൊണ്ടുപോവാ, ഏത് വഴിക്കും കൊണ്ടുപോവാ. കാരണം എന്താ? തൗഹീദിന്റെ ബലമറ്റോ. ഞാൻ വീണ്ടും ആവർത്തിച്ചു ചോദിക്കുന്നു, അദൃശ്യമായി അഭൗതികമായി നമ്മളെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും പടച്ചറബല്ലാത്ത മറ്റേതെങ്കിലും ഒരു ശക്തിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കാതെ എങ്ങനെയാണ് സിഹിർ ഫലിക്കുമെന്ന്, കണ്ണേർ ഫലിക്കുമെന്ന് പറയുക? എങ്ങനെ വാദിക്കുക? എത്ര സ്വഹീഹാണ് എന്ന് നിങ്ങൾ നടുക്കണ്ട മുറിച്ചു കൊണ്ടുവന്നാലും ഈ വിഷയത്തിന്റെ മുമ്പിൽ എന്താ ഉത്തരം? അദൃശ്യമായി അഭൗതികമായി നമ്മളെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും പടച്ചറബല്ലാതെ മറ്റേതൊക്കെയോ വ്യക്തികൾക്കും ശക്തികൾക്കും സാധിക്കും എന്ന് വിശ്വസിക്കാതെ, അഥവാ തൗഹീദിൽ വെള്ളം ചേർക്കാതെ, ശിർക്ക് കലർത്താതെ ഇങ്ങനെയുള്ള വാദഗതികൾ സമർത്ഥിക്കുവാൻ ആർക്കും സാധ്യമല്ലെങ്കിൽ ഞങ്ങൾ തുറന്നു പറയുന്നു, നിങ്ങൾ തിരിച്ചു വരിക, നിങ്ങൾ കരകയറുക. ഈ ശിർക്കിന്റെ പടുകുടിയിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ പടുകുടിയിൽ നിന്ന് സ്വയം കരകയറുക. എന്നിട്ട് നിർഭയത്വത്തോടെ ജീവിക്കാൻ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ ഏതൊരു പ്രഭാഷണം കേൾക്കുമ്പോഴും ഏതൊരു ലേഖനം വായിക്കുമ്പോഴും അത് വായിക്കുന്ന കേൾക്കുന്ന ആളുകൾക്ക് ഒരു നിർഭയത്വം കിട്ടും, ഒരു സമാധാനം കിട്ടും. അവരെ അടക്കി ഭരിച്ചിരുന്ന ഒരുപാട് ഒടിയന്മാരെ, ഗുളികന്മാരെ, കുട്ടിച്ചാത്തന്മാരെ, കരിങ്കുട്ടിമാരെ, ചേക്കുട്ടിപ്പാപ്പമാരെ അടിച്ചോടിച്ച് മനസ്സമാധാനത്തോടെ കടന്നു പോകാൻ കഴിയുന്ന ഇന്നലകളെ വിസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകൾ സംസാരിക്കുമ്പോഴോ നമ്മൾ ഇനിയും പേടിക്കുക, പടച്ചോനെ വല്ല ജിന്നും കൂടുവോ, ആരെങ്കിലും സീർ ചെയ്ത് വല്ല അപകടം ഉണ്ടാവോ, ആരെങ്കിലും നോക്കി പഠിപ്പിക്കോ? ഈ ബേജാറോടുകൂടി അല്ലാതെ ഇങ്ങനെയുള്ള മൊല്ലമാരുടെ പ്രസംഗം കേട്ട് പോകാൻ കഴിയില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ആരാ സന്മാർഗികൾ? ആരാ സന്മാർഗികൾ? അത് നിർഭയത്വമുള്ളവരാണ്. ആർക്കാ നിർഭയത്വമുള്ളത്? അത് വിശ്വാസികൾക്കാണ്. ഏതാണ് വിശ്വാസികൾ? ആ വിശ്വാസത്തിൽ ശിർക്കിന്റെ കലർപ്പ് പോലും ചേർക്കാത്തവർ, ശിർക്കിന്റെ കലർപ്പ് പോലും ഇല്ലാത്തവർ. അങ്ങനെ യാതൊരു കലർപ്പുമില്ലാതെ, ശിർക്ക് കലർത്താതെ ആ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരാണ് വിശ്വാസികൾ. അവർക്കാണ് നിർഭയത്വം. അവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗികൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു, അയാൾക്ക് വേണ്ടി ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ മയ്യിത്ത് നമസ്കരിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് റസൂൽ പ്രതികരിച്ചല്ലോ. എന്താ പറഞ്ഞ അർത്ഥം? അതിന്റെ ഗൗരവം എന്താ? ഒരു മനുഷ്യൻ മരിച്ചു, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു, അയാളുടെ കൂട്ടുകാരായ പലരും വരും. അതിൽ അമുസ്ലിങ്ങൾ ഉണ്ടാവും, അല്ലെ? രാമനും ജോസഫൊക്കെ ഉണ്ടാവും, അതുപോലെ എല്ലാവരും ഉണ്ടാവും. മയ്യത്ത് വീട്ടിന്റെ അടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുക. ചില സുഹൃത്തുക്കൾ പള്ളിയുടെ കോമ്പൗണ്ട് വരെ വരും. പക്ഷേ പള്ളിയിലേക്ക് മയ്യത്ത് കയറുമ്പോ അവർ പുറത്താ നിൽക്കുന്നത്. അകത്ത് കയറിയത് മുഴുവൻ ആരാ? നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ മാത്ര.
അങ്ങനെ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ മാത്രം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മയ്യത്ത് നമസ്കാരത്തിൽ റസൂൽ എണ്ണി പറയാ, അതിൽ 40 ആളുകൾ ശിർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ മയ്യത്തിന് പ്രത്യേക ഗുണമുണ്ടാകുമെന്ന്. അതിനർത്ഥം എന്താ? ഒരു മയ്യത്ത് നമസ്കാരം നടക്കുമ്പോൾ വരെ 400-4000 ആളുകൾ ഉണ്ടെങ്കിലും അതിൽ വരെ ശിർക്ക് ചെയ്യാത്ത ആളുകളുടെ എണ്ണം വളരെ പരിമിതമായിരിക്കുമെന്ന്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വിശ്വാസത്തിലേക്ക്, നമ്മുടെ ആദർശത്തിലേക്ക് കടന്നു വരുന്ന മഹാമാരിയാണ് ശിർക്ക് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ, പഠിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നു. ഇങ്ങനെയുള്ള അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെന്നു ചാടിയിരിക്കുന്ന ഈ ശിർക്കിന്റെ കുണ്ടിൽ നിന്ന്, അതിന്റെ മധ്യത്തിൽ നിന്ന്, അതിന്റെ പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ, ഈ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്, വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിലേക്ക്, പ്രാമാണികമായി അംഗീകരിക്കപ്പെടുന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് തിരിച്ചു വരാൻ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കണ്ണു തുറക്കണം, കാത് തുറക്കണം, മനസ്സ് തുറക്കണം, കാര്യങ്ങൾ ചിന്തിക്കുവാനും യുക്തമായി ശ്രമിക്കണം. അള്ളാഹുവിന് അനുഗ്രഹം ഉണ്ടാകും. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ തമ്പുരാൻ സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കുവാനും അത് പുറന്തള്ളുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും കൃത്യമായി പഠിക്കുവാനും പകർത്തുവാനും അതിന്റെ വക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരുമായി ജീവിതത്തെ ധന്യമാക്കുവാനും അല്ലാഹുവേ ഞങ്ങൾ ഏവരെയും നീ അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്തിലെ വിജയം വരിക്കുന്ന യഥാർത്ഥ മുത്തഖികൾ മുവഹിദുകളിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗികളായി മറ്റും പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. മാതാപിതാക്കളായി, മക്കളായി, സഹോദരീ സഹോദരങ്ങളായി, വന്യരായ പണ്ഡിതന്മാരും നേതാക്കന്മാരുമായി പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവർക്ക് ദീർഘായുസ് നൽകി ഈ പ്രസ്ഥാനത്തെ നീ വീണ്ടും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഇന്ന് മരണപ്പെട്ട ഞങ്ങളുടെ കൊച്ചു സഹോദരൻ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും പാപങ്ങളെ നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. അവരുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന പാപങ്ങളെ പരിഹരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും പിൻബലത്തിൽ ആദർശാധിഷ്ഠിതമായ കൃത്യതയും വ്യക്തതയുമുള്ള ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ വതവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.